ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2020 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ ജയ്പാൽ, MD, PhD. അദ്ദേഹം അതുപോലെ തന്നെ ഹൃദ്രോഗ വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത്. ഇന്ന് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗസ്റ്റായി എത്തുന്ന ഡോക്ടർ ജയ്പാലിനെയും ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഡോക്ടറെ, നമ്മുടെ മുൻ ഡയറക്ടർ മരിച്ചായിരുന്നു, അപ്പൊ ആദരാഞ്ജലി അർപ്പിച്ചു വേണം. തീർച്ചയായിട്ടും. ഡോക്ടർ ജോൺ ബെനിറ്റോ സാർ, അദ്ദേഹം നമ്മുടെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ മരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു ദിവസം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം നിത്യശാന്തി. നമുക്ക് ഇനി പറയണോ അതെ അത് കഴിഞ്ഞോ? ഓക്കെ, പ്രോഗ്രാമിലേക്ക് പോകാം, ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ. അപ്പോ ജോൺ ബെന്റോ സാറിന് ഞാൻ ഇരിക്കുമ്പോഴും ഡയറക്ടറായിട്ട് അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലം നമ്മളെ കല്ലമ്പലത്തിലുള്ള കൂനമ്മാവാണോ? എറണാകുളം. അപ്പൊ ശരി, ഓക്കെ. ഇന്ന് എന്തായാലും ജയ്പാൽ സാർ എടുക്കുന്ന വിഷയം ഒരു വ്യത്യസ്തമായ വിഷയമാണ്. പ്രപഞ്ചവും കോശങ്ങളും എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. അപ്പൊ നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. തുടങ്ങാം സാർ. ഓക്കെ, ഞാൻ ആ സ്ലൈഡ് ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഷെയർ ചെയ്യാൻ പോവാ. ഷെയർ കാണുന്നുണ്ടോ? സാറി അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെ നാരായണഗുരു വളരെ ലളിതമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീയല്ലോ ദൈവമേ സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതും. അതാണ് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. നമ്മൾ ഇന്നൊരു കോൺട്രവേഴ്സിയൽ സബ്ജക്റ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കാര്യം ഒരു അലോപ്പതി ഡോക്ടർക്കും ഇതിനെപ്പറ്റി കൂടുതൽ ഇഷ്ടപ്പെടത്തില്ല സംസാരിക്കാൻ. കാര്യം അവരുടെ തിയറിയും എന്റെ ഈ ഡിസ്കഷനും ഒന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ഏറ്റവും സൂപ്പറായിട്ട് മറ്റ് അതർ സിസ്റ്റംസ് അതിനെ ഉൾക്കൊള്ളുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. കാര്യം ഈ കോസ്മോസ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ വിചാരം എന്താണ് ആയുർവേദ പരിപാടിയാണെന്നൊക്കെയാണ്. ചന്ദ്രനും നക്ഷത്രങ്ങളും. നീ ഏത് നക്ഷത്രത്തിൽ ജനിച്ചു? ഭരണി നക്ഷത്രം. എന്നാ മഹാരാജാവോ? ഇങ്ങനെയൊക്കെ ഉള്ള ചിന്താഗതികളാണ് ഈ ജ്യോത്സ്യന്മാർ ഇതിനെ ഉപയോഗിക്കുന്നത്. ഞാനത് സയന്റിഫിക് ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ദ ജനറ്റിക് ജേർണി ഫ്രം സ്റ്റാർ ഡസ്റ്റ് ടു DNA of humans. അതാണ് ആ സെന്റൻസ്. വി ആർ ട്രാവലിംഗ് ഫ്രം സ്റ്റാർ ടു ദ ബോഡി സ്ട്രക്ചർ. സോ ഹോമിയോപ്പതിക്കാർക്ക് കോമ്പോസിഷൻ ഇൻട്രസ്റ്റ് ആണ്, ആയുർവേദക്കാർക്ക് കോമ്പോസിഷൻ ഇൻട്രസ്റ്റ് ആണ്. സോ നമ്മുടെ ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. കാര്യം അവര് കൂടുതലും വാസ്കുലാർ ട്രീയിലാണ് കളിക്കുന്നത്. രക്തക്കുഴലുകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നാണല്ലോ ബ്ലഡ് പോകുന്നതും അത് ചെന്ന് സെല്ലിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ജോലി. എന്റെ തിയറി തിരിച്ചാണ്. സെല്ലിലാണ് എല്ലാ പരിപാടിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സെല്ലിൽ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശാന്തി കിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. മറ്റേ ടെമ്പററി റിലീഫ് കിട്ടും. ഒരാൾക്ക് നെഞ്ചുവേദന വന്നാൽ സ്റ്റെന്റ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവന് ഹാപ്പിയാവും. അവൻ സുഖമായിട്ട് ഒരു 2, 3, 4, 5 വർഷം സുഖമായിട്ട് പോകും. പിന്നും ഇറങ്ങി വരും. കാര്യം ട്രീറ്റ് ചെയ്തത് വാസ്കുലാർ ട്രീയിലാണ്. ചെയ്തത് സെല്ലിനകത്ത് തൊട്ടിട്ടില്ല. അതാണ് എന്റെ ടെക്നോളജി. സോ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ജനറ്റിക് ജേർണി ഫ്രം സ്റ്റാർ ഡസ്റ്റ് ടു DNA. സോ ദ പ്ലീനറി ലെക്ചർ ഓൺ ദ ഒറിജിൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ എന്നാണ് കൊടുത്തേക്കുന്നത്. ദ സൂപ്പർനോവ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ എലമെന്റ്സ്. സോ ഹോമിയോപ്പതിയിൽ ഒരുപാട് എലമെന്റ്സ് വെച്ചാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. സൾഫർ, സിങ്ക്, സെലീനിയം, പിന്നെ മെഗ്നീഷ്യം, മാംഗനീസ്. ശരി തന്നെ. നിങ്ങളുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് മൈക്രോ എലമെന്റ്സ് ആണ്. നമ്മുടെ മോളിക്യൂൾസ് എല്ലാം മാക്രോ എലമെന്റ്സ് ആണ്. ഇതാണ് രണ്ടുപേരും തമ്മിൽ ഇത്രയും ഡിസ്റ്റൻസ് നിൽക്കാനുള്ള കാരണം എന്താണ്? ഒരാളുടെ സാധനം വളരെ മൈക്രോ ആണ്, അതുവരുടെ മോളിക്യൂൾ ഇത്തിരി വലുതാണ്. അതുകൊണ്ട് ഈ വലിയ സാധനം കോശത്തിനകത്ത് കയറത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. കോശത്തിനകത്ത് കയറിയെങ്കിലേ
ജീനിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഏതാണ്ട് ഈ ഈ ഓങ്കോളജിസ്റ്റ് സെല്ലിനകത്ത് കയറി ചികിത്സിക്കാൻ തുടങ്ങി, നല്ല റിസൾട്ട് കിട്ടി തുടങ്ങി. ഇതിൽ നിന്നാണ് ഇപ്പോഴാണ് അവർക്ക് ബോധം വന്നത്, നമ്മുടെ സെല്ലുകളെല്ലാം അകത്ത് കയറി ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റുമായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് പിടികിട്ടി ടോക്സിസിറ്റി ഇല്ലാതെ പോകണമെങ്കിൽ സെല്ലിനെ ബ്ലോക്ക് ചെയ്യണം. വാസ്കുലാർ കൊണ്ടുവച്ച് ട്യൂമർ ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതാണ് എംപ്ലോയിസേഷൻ തെറാപ്പിയൊക്കെ ചെയ്തിട്ടും റിസൾട്ട് വളരെ മോശമാണ്. പേഷ്യന്റിന് വീണ്ടും ക്യാൻസർ വരും. അതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്? സൂപ്പർ നോവ എക്സ്പ്ലോഷൻ. കാര്യം ഒരു എക്സ്പ്ലോഷൻ നടക്കുമ്പോഴാണ് ഫോസ്ഫറസ് ഒക്കെ ഉണ്ടാവുന്നത്. ഈ ഫോസ്ഫറസ് ആണ് കാർബണും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ വെടിപ്രയോഗങ്ങൾ നടത്തുന്നത്. ഉത്സവ സ്ഥലത്ത് പോയി നോക്കിയേ, ഒരു വെടിയും മിന്നലും എല്ലാം വരും. ഇതെല്ലാം ഫോസ്ഫറസിന്റെയും കാർബണിന്റെയും കൂടെ ഒരു ഒരു എന്താണ് ഇൻവോൾവ്മെന്റ് ആണ് ഈ വെടി എന്ന് പറയുന്നത്. ഈ വെടിയെല്ലാം മോളി വെച്ച് നമ്മളെ ഇടിയും മിന്നലും വരുമ്പോ എന്താ വരുന്നത്? ഫോസ്ഫറസ് ആണ് അവിടെ വരുന്നത്. കാർബണും ഫോസ്ഫറസും കൂടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴാണ് ഭയങ്കര വെടിയൊക്കെ കേൾക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഈ സൂപ്പർ നോവയിൽ നടക്കുന്ന സാധനങ്ങള്. ഇത് തന്നെ ആ സൾഫറും നൈട്രജനും ഇങ്ങോട്ടൊക്കെ ചേർന്നതാണ് നമ്മുടെ ശരീരത്ത് അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നതും. അമിനോ ആസിഡുകൾക്ക് മുമ്പ് പ്രോട്ടീൻസ് വരും. പ്രോട്ടീൻസിന് മുമ്പ് ന്യൂക്ലിയോ പ്രോട്ടീൻസിന് മുമ്പ് RNA-യും DNA-യും ഇതെല്ലാം ഇത് നമ്മളൊക്കെ ഈ മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതെല്ലാം വന്നു എന്നുള്ള ഒരു തെളിവാണ് കോസ്മോസ് എന്ന് പറയുന്ന അതിന്റെ ഉത്ഭവം. അതാണ് four elements have heavier than iron through rapid neutron capture, scatter enriched material across galaxies, send molecular cloud for new star and planet formation. സ്റ്റാറുകൾ ഞാൻ നമ്മൾ മുകളിലോട്ട് നോക്കി കുറച്ച് കഴിയുമ്പോൾ ചില സ്റ്റാറുകൾ ഇങ്ങനെ കത്തി പോകുന്നതാണ്. അതിന്റെ പിന്നെ അടുത്ത തവണ കുറെ ഉണ്ടാവും. അത് കുറെ ഒരു 50,000 കണക്കിന് ലക്ഷക്കോടാനുകോടി സ്റ്റാറുകൾ വരും. അത് കത്തിപ്പോവും. ഇത് എന്താ ചെയ്യുന്നത്? കത്താനാണോ? ഈ സാധനങ്ങളെ എലമെന്റുകളെ ഉണ്ടാക്കി തരികയാണ്. ആ എലമെന്റുകളെല്ലാം കൂടെ വരുമ്പോഴാണ് ഓർഗാനിസംസ് വരുന്നത്. ആ ഓർഗാനിസംസ് എന്നാണ് നമ്മുടെ ജീവജാലങ്ങളിൽ വരുന്നത്, മൾട്ടി സെല്ലുലാർ ഓർഗാനിസം വരുന്നത്. അങ്ങനെയാണ് പല പല യുഗങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഈ നിലയിൽ രണ്ടുപേരെല്ലാരും നമ്മളിപ്പോ ഒരു മീറ്റിംഗ് ഇരിക്കാനുള്ള കാരണം യൂണിറ്റി ഓഫ് എലമെന്റ്സ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില എലമെന്റ്സുകൾ തമ്മിൽ ഭയങ്കര അടുപ്പം കാണും. അവർ കാണുമ്പോൾ തന്നെ അടുത്തു പോകും. മനസ്സിലായിട്ടില്ലേ? ഒരാളെ കണ്ടാൽ മതി, ഇത് നല്ലൊരു ഫ്രണ്ടാണ്. അങ്ങനെ അവർ തമ്മിൽ ജീവിത സഖികളായിട്ട് പോകും. ഇതെല്ലാം അവരുടെ വിഷ്വൽ ഇംപ്രഷനാണ്. ചിലർ മുടിയിലായിരിക്കും അവർക്ക് ആകർഷണം, ചിലർ കണ്ണിലായിരിക്കും, ചിലർ അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിലായിരിക്കും. ഇങ്ങനെ വരാനുള്ള കാര്യം ഇവർക്കുള്ള മുജ്ജന്മ വാസനയായിട്ട് ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ചില ആളുകൾ പറയത്തില്ലേ, ഞാൻ എന്റെ ഭാവനയിലുള്ള കുട്ടിയാണ്, എനിക്ക് ആ കുട്ടിയെ മതി എന്ന് പറയുന്നത്. കാര്യം ഇവര് തമ്മിലുള്ള ജനറ്റിക് സിമിലാരിറ്റി, ഇവരുടെ എലമെന്റൽ സിമിലാരിറ്റി, ഇവരുടെ ക്യാരക്ടർ സിമിലാരിറ്റി, ഇവരുടെ ജീനോടൈപ്പിക് സിമിലാരിറ്റി, ഇവരുടെ ഫിനോടൈപ്പിക് സിമിലാരിറ്റി ഒന്ന് കഴിഞ്ഞ് മാത്രമേ ഇവരൊന്നിക്കുള്ളൂ. അത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഡിഫറെന്റ് ഫിനോടൈപ്പ് ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, I'm going to the thing. This is a visualization, artistic visualization of cosmic to self. മുകളിൽ നിൽക്കുന്ന സ്റ്റാറിന്റെ കൂടാരം കണ്ട, ആ കൂടാരത്തെ പറ്റിയാണ് നമ്മൾ അതെന്തുകൊണ്ട് കത്തുന്നു? അവിടെ ഫോസ്ഫറസ് ഉണ്ടാവുകയാണ്, കാർബൺ ഉണ്ട്, നൈട്രോജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ താഴോട്ട് വന്ന് ഭൂമിയിൽ പതിക്കുന്നു. സോ there is a connection between cosmos and self. സിമ്പിൾ ഡയഗ്രാം, ഒരു ചിത്രകാരന്റെ ഒരു ഇമാജിനേഷനാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. നൗ വാട്ട് ഈസ് ദിസ്? ഇതൊരു വളരെ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്താണിത്? ഇതാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് സെന്റർ. ആ ബ്ലാക്ക് ഹോളിലെ ഒരു സ്പൈറൽ ആമുണ്ട്. ആ സ്പൈറൽ ആമിന്റെ ചുറ്റും വെട്ടം കാണുന്നത് സ്റ്റാർ ആണ്. ആ സ്റ്റാറിന് കുറച്ച് മകനായിട്ടാണ് സോളാർ സിസ്റ്റം ഇരിക്കുന്നത്. ആ സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് നമ്മുടെ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴമില്ലേ ഇതുവരെ കറങ്ങുന്നത്. ഇതിനൊന്നും വലിയ വെയിറ്റ് ഉണ്ടെങ്കിൽ ഒരു വെയിറ്റ്ലെസ് ആണ്, ഒരു പൊടിയുടെ വെയിറ്റേ ഉള്ളൂ ഇവർക്ക്. അതുകൊണ്ട് അത് ഇങ്ങനെ സർക്കിളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അത് മുകളിലോട്ട് പോകണമെങ്കിൽ ത്രസ്റ്റ് വേണം. നമ്മൾ പ്ലെയിൻ മുകളിൽ പോയി കഴിഞ്ഞാൽ ഒരു റെയിൽ കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ഇല്ല, കൂളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മുകളിലോട്ട് പൊങ്ങുമ്പോഴും താഴോട്ട് പൊങ്ങുമ്പോൾ മാത്രം എനർജി മതി, ബാക്കി അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അതാണ് അതിന്റെ ഈ സിദ്ധാന്തം. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റാറുകളെല്ലാം
ഹൊറിസോണ്ടൽ ലെവലിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ദർ ഇസ് നോ വെയിറ്റ്. ഭൂമിയുടെ ഇത്രയും ഭാരങ്ങളൊന്നും അതിനൊരു ഒരു പൊടിയുടെ വെയിറ്റേ ഉള്ളൂ. ദാറ്റ് ഈസ് വൈ സ്റ്റാർ ഡസ്റ്റ് ആൻഡ് ദ സോളാർ സിസ്റ്റം ആർ റിയലി ഇൻ ദ സെയിം പ്ലെയിൻ ആണ്. നോട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ ഭൂമിയുടെ അങ്ങ് നമ്മൾ ഭൂമി താഴെയും മറ്റോ അങ്ങ് മുകളിലും എന്നാണ്. ദേ ആർ ഓൺ ദ സെയിം പ്ലെയിൻ. ദാറ്റ് ഈസ് നൈസ്ലി ഷോൺ ഇൻ ദിസ് ഡയഗ്രാം. ഓക്കെ, now I am going to see universe. What is universe? Question. It is dark energy. 69%. ഡാർക്ക് മാറ്റർ 25% ഉള്ളൂ. മറ്റുള്ള മാറ്ററുകളെല്ലാം കൂടെ 5% ഉള്ളൂ. അപ്പം റേഡിയേഷൻസ് 0.01% ആണ്. ന്യൂട്രിനോസ് എന്ന് പറയുന്ന സാധനം 0.1% ആണ്. ആൻഡ് ബ്ലാക്ക് ഹോൾ 0.005%. ഇതാണ് യൂണിവേഴ്സ്. ആരെങ്കിലും ചോദിക്കും എന്താണ് യൂണിവേഴ്സ് എന്ന് വെച്ചാൽ ഈ സാധനങ്ങളെല്ലാം ചേരുമ്പോൾ യൂണിവേഴ്സ് ആയി. മനസ്സിലായ? നമ്മുടെ റെഗുലർ മാറ്റർ 5% ഉള്ളൂ. നമ്മളെ ഭൂമിയെല്ലാം കൂടെ അതിനകത്ത് 5-നകത്തേ വരുള്ളൂ. മറ്റത് കൂടുതൽ ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്ററുമാണ്. നൗ ഐ ആം ട്രാവലിംഗ് ഫ്രം കോസ്മിക് സെയിൽ ടു എർത്ത്. ഭൂമിയിലേക്ക് വരുന്ന ദൂരം കണ്ടുപിടിക്കുകയാണ്. ഇത് അഷ്ടാംഗ ഹൃദയമൊക്കെ പഠിച്ച ആളുകൾക്കെല്ലാം ഡിസ്റ്റൻസ് ഈ ഒന്നും വേണ്ട, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഡിസ്റ്റൻസ് അവിടെ നിന്ന് ചന്ദ്രനിൽ അല്ല ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ഡിസ്റ്റൻസ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് കൈ തരും. അന്നത്തെ വലിയ വലിയ മിടുക്കന്മാര്. ഇന്നുള്ളവര് വെച്ചാണ് പറയുന്നത്, കറക്റ്റ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അന്നുള്ള ബുദ്ധിയും ഇന്നുള്ള ബുദ്ധിയും രാപകൽ വ്യത്യാസമാണ്. സോ ഈ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വെച്ചാൽ 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് ഡയമീറ്റർ ആണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. The entire cosmos containing billions of galaxies, and now that is entering into galaxy cluster. അത് ബില്യൺ മാറി മില്യൺ ലൈറ്റ് ഇയേഴ്സ് ആവും. This group of galaxies bounded by gravity like Virgo cluster എന്ന് പറയുന്നു. Now we go to Milky Way galaxy. അത് 100,000 light years ആണ്. And our home galaxy is 200 to 400. Now we are reaching the solar system. അവിടെ നിന്ന് സോളാറിൽ എത്തിയതേ ഉള്ളൂ നമ്മള്. 287 ബില്യൺ കിലോമീറ്റേഴ്സ് ആണ് നെപ്റ്റ്യൂൺ ഓർബിറ്റ് വരാൻ. ആൻഡ് അവർ സൺ ആൻഡ് ഇറ്റ്സ് പ്ലാനറ്ററി സിസ്റ്റം നൗ ആർ സൂമിങ് ഇൻ ടു എർത്ത്. അപ്പൊ എർത്തിലേക്ക് ലാൻഡ് ചെയ്തു. അപ്പൊ ഇതാണ് മുകളിൽ നിന്നുള്ള കണക്ഷനെ ഞാൻ ഇനി താഴെ കൊണ്ട് കയറ്റുക. നൗ സൂമിങ് ടു എർത്ത്. എർത്ത് ഈസ് 12,742 kilometers ആണ് അതിന്റെ ഡയമീറ്റർ. ആൻഡ് third planet from the sun and our home, zooming into India. Now I am coming to India. India is 3.3 million kilometers ആണ് ഇന്ത്യയുടെ നീളം പറഞ്ഞിരിക്കുന്നത്. In India and kilometer square ആണ്, സ്ക്വയർ കിലോമീറ്റർ എന്നാ പറഞ്ഞത് ഏരിയ. And country in South Asia homes to 1.4 billion people. I mean, and now swimming into human body. ഹ്യൂമൻ ബോഡിയിൽ എത്ര 1.170 സെന്റിമീറ്റർ ഉള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് ഹൗ മെനി സെൽ? ട്രില്യൺ സെൽസ് വർക്കിംഗ് ടുഗദർ. ഇതാണ് നമ്മൾ സെല്ലുലാർ തിയറി എന്ന് പറയുന്നത്. വിർച്വസ് സെല്ലുലാർ തിയറി പറയുന്ന ഇതാണ് സെല്ലുലാർ തിയറി. ആൻഡ് സൂമിങ് ഇൻ ടു സെൽ 10 into 100 micrometers size of the cell and basic unit of life containing genetic material. So I am connecting again zoom to genes, and finally cell nucleus contains chromosome with the DNA. Now the chromosome 6 micrometer, and a human have 46 chromosome, and zooming into DNA double helix. Now the double helix 2 nanometer wide, the molecule that stores genetic information. Now we are entering into genes. Thousands of pairs of long and segment of DNA that codes for specific trait. Human have 20,000 genes. 20 to 25,000 genes are there. So I think we landed from cosmos to our humans gene, where now the distance you can calculate. If you know quantum mechanics, the distance travel from this million light years within seconds, the information will be reached. That is called quantum mechanics. Second is enough. 1 second, maximum 10-15 seconds കൊണ്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻ നേരെ നമ്മുടെ സെല്ലിലേക്ക് വരും.
ഈ സെല്ലിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കോസ്മിക് വെബും നമ്മുടെ ഭൂമിയിലുള്ള വെബ്സൈറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ വരും. ഈ കണക്ഷൻ വരുമ്പോഴാണ് ചില ആളുകൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ജയപാലെ എന്റെ റിലേറ്റീവ് ഞാൻ മരിച്ചുപോയി, അവർക്ക് ഒരു കുഴപ്പമില്ല, ഹാർട്ട് അറ്റാക്ക് ഇല്ല, ക്യാൻസർ ഇല്ല, ഡയറ്റ് വെജിറ്റേറിയൻ ആണ്, അദ്ദേഹത്തിന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, വെള്ളം അടിക്കത്തില്ല, ഒന്നുമില്ല, പക്ഷെ മരിച്ചുപോയി ഉറങ്ങത്തില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ കണക്ഷൻ ഫ്രം കോസ്മോസ് ടു ഹിസ് ജീൻ ഈസ് ലോസ്റ്റ്. അതാണ് കാര്യം. കട്ടാവുന്നതിന് നമുക്കൊന്നും ചെയ്യാം. ദിസ് ഇസ് കോൾഡ് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. ഈ സെൻസേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാർഡിയാക് അറസ്റ്റ് വരും. ആ കാർഡിയാക് അറസ്റ്റിന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ഒരു വകയും കാണാൻ പറ്റത്തില്ല. നോ ഇൻഫാർഷൻ, ബട്ട് ഓൺലി ഹിസ് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഈസ് ഇംപയർഡ്. ഇതാണ് എന്റെ ഏരിയ ഓഫ് റിസർച്ച്, ANS, ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. അത് എന്റെ ഒരു വാച്ച് ഉണ്ട്, എന്റെ പേരാണ് കാർഡിയാക് സെൻസ് വാച്ച്. ആ വാച്ച് കെട്ടിയാൽ അവൻ പറയും, സാർ ഹിസ് ഓട്ടോണോമിക് നെർവ് സിസ്റ്റം ഈസ് വീക്ക്. ഈ വീക്ക് ആവുന്നവരെ നമ്മൾ യോഗ തെറാപ്പിയും അവർക്ക് നല്ല എക്സസൈസ് തെറാപ്പിയും ഡയറ്ററി തെറാപ്പിയും കൊടുക്കുമ്പോൾ അവരുടെ വാഗൽസ് ടോൺ കൂടും, വാഗസിന്റെ ടോൺ കൂടും. ടാക്കിക്കാർഡിയ വരുമ്പോഴാണ് ഡെത്തൊക്കെ വരുന്നത്. വെൻട്രിക്കുലാർ ടാക്കിക്കാർഡിയ, വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, വെൻട്രിക്കുലാർ ഡെത്ത് ആണ് അതിന്റെ ഫോക്കസ്. അപ്പൊ ഈ വാഗസിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യണം, പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിന്റെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പോഴേ അത് ഉറക്കത്തിൽ പോയി ആർക്കെങ്കിലും സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും, ഉറക്കത്തിലാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ ദ കണക്ഷൻ ഫ്രം കോസ്മോസ് ടു ഹ്യൂമൻ ലൈഫ് ഈസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് ANS, ഓട്ടോണോമിക് നെർവ് സിസ്റ്റം. ഇത് സൈലന്റ് ആയിട്ട് ബോഡിയിൽ നടക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, നോ ഐ ആം ഗോയിങ് ടു ടെൽ എ ഗുഡ് തിങ്. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനും മറ്റേ അന്തരീക്ഷമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡയഗ്രമാണ്. പഞ്ച ഇന്ദ്രിയങ്ങളാണ്: കണ്ണ്, മൂക്ക്, ടേസ്റ്റ്, ക്യൂട്ടേനിയസ് ആൻഡ് ഇയർ. ആ സെൻസേഷൻസ് എല്ലാം ഒരു അന്തരീക്ഷമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോസ്മോസും ഹ്യൂമൻ ബോഡിയായിട്ട് കണക്ഷൻ എന്നുള്ളതിനും ആയുർവേദക്കാർ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആയുർവേദമാണ് അതിൽ കൂടുതൽ അവരുടെ ഇന്ദ്രിയങ്ങളുടെ ഒരു കണക്ഷൻസ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ആയുർവേദമാണ്. ഇനി അടുത്തൊരു സുഖം കലണ്ടർ റിപ്പോർട്ട്. ആ കലണ്ടർ ശ്രദ്ധിച്ചാണോ? റൈറ്റ് ലോവർ പാർട്ടിൽ ആ കലണ്ടറിൽ ഒരു അമ്മയുടെ ഗർഭവാസത്തിന് പുറത്തോട്ട് വരുമ്പോ അവിടെ ഒരു ഇൻറ്റു ഇട്ട് വെച്ചേക്കും. 7/2/1957 entered into earth. ലാസ്റ്റിൽ ഒരു വരയും ഇടും. അത് അവന്റെ ജീനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടെലോമറേസ് ലെങ്ത് ചെയ്തിട്ട് 2032 എക്സ്പയറി കൊടുത്തങ്ങ് വിട്ടേക്കും. ഇത് നമുക്കല്ല, പൂച്ചയ്ക്കും പട്ടിക്കും സസ്യങ്ങൾക്കും എല്ലാം ഈ ഡേറ്റ് ഓഫ് ബർത്ത് എൻട്രിങ് കൊടുത്തിട്ടാണ് വിടുന്നത്. അതാണ് നൈസ്ലി ഡെപിക്റ്റഡ് ഇൻ ദ ഡയഗ്രാം. വൈഡിമിഡിയ ഇതിന് ബാലൻസ്, ഇതിനെ നമ്മൾ പ്രൊലോങ് ചെയ്യിപ്പിക്കാനാണ് ശാസ്ത്രജ്ഞന്മാരെ നോക്കിയിരിക്കുന്നത്. ആ ടെലോമിറേസ് ലെങ്ത് കൂട്ടാൻ പറ്റുവാണെങ്കിൽ 140 വയസ്സ് വരെ കൊണ്ടുപോകാം. അതിന്റെ പേരാണ് സിനോലൈറ്റിക് ഏജൻസ്. കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജപ്പാൻകാർക്ക് അതിന്റെ ടെക്നിക്കൊക്കെ അറിയാം. അവന്മാര് മിക്ക ആളുകളും ഒരു 80-90 വയസ്സ് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുള്ളൂ. ബാക്കി 140-150 മിക്ക അണ്ണന്മാരുടെയും ജീവിതം. അത്ര നേരം അവർ പോകുന്നു. കാര്യം അവരുടെ ജീവിത ശൈലി, അവരുടെ തിങ്കിങ്, അവരുടെ അബ്ഡോമിനൽ ഫാറ്റിന്റെ കണ്ടന്റ്, അവരുടെ ജീൻ ലെങ്ത്, അവരുടെ ടെലോമറേസ് ലെങ്ത് എല്ലാം നമ്മുടെ ആൾക്കാരുടെ ഇരട്ടിയാണ്. സ്റ്റഡികൾ പറയുന്നതാണ്. അതുകൊണ്ട് അവർക്ക് ജീനിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ളവരോ ഉള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം ബാധിച്ച് എങ്ങനെയെങ്കിലും വയറെല്ലാം ഫുട്ബോൾ പോലെ ആക്കി ചെറുപ്പക്കാരനായിട്ട് അവർ നടക്കുകയാണ്. ദാറ്റ് മീൻസ് ദേ ആർ ക്ലോസർ ടു ഹെൽത്ത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്റെ ലൈഫിൽ കേരളത്തിലുള്ള ആൾക്കാരെയും ജാപ്പനീസിനെയായിട്ട് സ്റ്റഡി ചെയ്തതിൽ ഭയങ്കര, അവരുടെ 2-3 ആൾക്കാരെ കണ്ട് സംസാരിച്ചു. ഒരു ദിവസം എന്റെ ക്ലിനിക്കിൽ വന്നിരുന്നു. ജയ്പാൽ ഡോക്ടർ, യുവർ പീപ്പിൾ ആർ ഹാവിങ് ഹാർട്ട് അറ്റാക്ക് ബിഫോർ 40. Yes, me. ഞാൻ പറഞ്ഞു, that is because their lack of exercise, their food habits, their genetic background. That I told. Genetic is here. Your gene is entirely different from our gene. Your gene is super gene. Our gene is weak gene. Our chromosome 9p21 is very weak. That I have proved in my studies. 9p21 gene weak ആണെന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. സോ ഇനിയാണ് മാത്തമെറ്റിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ സ്പൈറൽ ഗാലക്സി ആൻഡ് DNA. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻ ആണ്. ഇത് നമ്മളാരും എഴുതി ഉണ്ടാക്കിയ കള്ളക്കഥയൊന്നുമല്ല. മാത്തമെറ്റിക്സ് ഉപയോഗിച്ച് ഹെലിക്കൽ പാരാമീറ്റർ ഇക്വേഷൻ എന്ന് പറയുന്നു DNAക്കകത്ത്. X-axis
വൈ ആക്സിസ് ഇസഡ് ആക്സിസ്. അതിനവൻ കോസ് തീറ്റ സൈൻ തീറ്റ ടി ഇൻറ്റു ടി 2π എന്നൊക്കെ പറഞ്ഞൊരു ഫോർമുല കൊണ്ടുവന്ന് അതിന്റെ DNA-യുടെ എന്തോ 3-dimensional സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു യൂസിങ് മാത്തമെറ്റിക്സ്. സ്പൈറൽ ഗാലക്സി ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച ഗാലക്സി ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കും, അതിന്റെ മുമ്പ് 4 സ്പൈറൽ കാണാം. അതിന് ആർ റേഡിയസ് ഈസ് ഈക്വൽ ടു തീറ്റ എ ഇൻറ്റു ഇ റൈസ് ടു ബി തീറ്റ ആൻഡ് ദിസ് ലോഗരിതമിക് ആണ്. ഈ രണ്ടും സൈൻ തീറ്റയും കോസ് തീറ്റയും എല്ലാം ഇതിനകത്ത് മൈക്രോ സ്ട്രക്ചർ ആയതുകൊണ്ടാണ് നമ്മൾ കോസ് തീറ്റയിലേക്ക് പോകുന്നത്. വലിയ സ്ട്രക്ചർ ആകുമ്പോഴത്തേക്ക് ലോഗരിതമിക്കിലേക്ക് പോകും. എന്റെ റൈസ് ടു ഉണ്ട്, ഈ റൈസ് ടു ബി തീറ്റ അതെല്ലാം ലോഗരിതമിക് അപ്രോച്ച് പോകുമ്പോൾ ചെറിയ സാധനമാണെങ്കിൽ സൈൻ തീറ്റയും കോസ് തീറ്റയും മതി. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനീസ് നമ്മൾ 5ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ? ആ സാധനമാണ് സൈൻ തീറ്റയും കോസ് തീറ്റയും. അതിന്റെ കളിയാണ് AI എന്ന് പറഞ്ഞത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് പ്രഡിക്ഷൻ ആണ് യൂസിങ് 90 ഡിഗ്രി 30 ഡിഗ്രി 0 ഡിഗ്രി ഒക്കെ വെച്ചുള്ള കളിയാണ് കംപ്ലീറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനൊരു ഗോൾഡൻ റേഷ്യോ എന്ന് പറയുന്ന സംഭവം വരും. അതെന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഗോൾഡൻ റേഷ്യോ, ആ ഗോൾഡൻ റേഷ്യോ എന്ന് പറഞ്ഞാല് എന്താ, 5 എന്ന് പറയുന്ന സാധനം ഇവിടെ ഇരിപ്പുണ്ട്. 5 1.618 ആണ്. എന്ന് വെച്ചാല് നമ്മളെ നെറ്റിയുടെ മുടി തൊട്ട് മറ്റേ കുര്യൻ വരെയും, കുര്യൻ തൊട്ട് മൂക്കിന്റെ അറ്റം വരെയും, മൂക്കിന്റെ അറ്റം തൊട്ട് താടി വരെയും ഡിസ്റ്റൻസിനെ കൂട്ടണം. എന്നിട്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ ചെവിയുടെ ഈ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് 1.618 എന്ന് പറയുന്നത്. ഈ റേഷ്യോ ആണ് 1.68 എന്ന് പറഞ്ഞ റേഷ്യോ. ഹ്യൂമന് പ്രത്യേകമായിട്ട് കണ്ടുപിടിച്ച ഒരു ഇക്വേഷനാണ്. ഇതൊരു ഗാലക്സിക്കകത്ത് ഇതേ റേഷ്യോ നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സ്പൈറൽ ആംഗിൾ 137 ഡിഗ്രിയാണ്. ഗോൾഡൻ ആംഗിൾ എന്നാണ് അതിനെ വിളിക്കുന്നത്. DNA-യിൽ 34 ഡിഗ്രി പിച്ച് ഉണ്ട്, ഡിവൈഡഡ് ബൈ 21 വിത്ത് ദാറ്റ് ഈസ് അഗൈൻ 1.618. അപ്പൊ മാത്തമാറ്റിക്സ് പ്രൂവ് ചെയ്തില്ലേ? കോസ്മോസിൽ നടക്കുന്ന ആ സ്ട്രക്ചറും DNA-യുടെ സ്ട്രക്ചറും തമ്മിൽ റിലേഷൻ ഉണ്ട്. സോ ദാറ്റ് അവര് തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്ന് മാത്തമാറ്റിക്സിലായിട്ട് പ്രൂവ് ചെയ്തു. 5 ഇക്വേഷൻ ആൻഡ് 10 ബേസ് പെയർ ടേൺ റിലേറ്റ്സ് ടു ഫിബർനാഷി അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഫിബർനാഷി എന്ന് പറഞ്ഞാല് 0, 1, 2, 3, 5, 5, 3, 8 ഇങ്ങനെ വരുന്ന ഇക്വേഷനാണ് ഫിബർനാഷി എന്ന് പറയുന്നത്. ആ ഫിബർനാഷി അപ്പിയറൻസ് നമ്മുടെ കാണുന്ന കുറെ ഓർഗൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ചെവിക്കകത്തുണ്ട്, കോക്ലിയ. ഫിബർനാഷി അപ്പിയറൻസ് ആണ്. കണ്ടില്ലേ കോക്ലിയ? ഇതേ സ്ട്രക്ചറാണ് മുകളിലിരിക്കുന്ന സ്പൈറൽ ഗാലക്സിക്ക് ഉള്ളത്. അതാണ് ആ ഗാലക്സി തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് പറയുന്നത്. അവിടെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ വരും, ഇടിയും പിന്നെ വരുമ്പോൾ നമ്മുടെ ചെവിയിൽ വരും. ഒരുത്തം ബന്ധപ്പെട്ട് കൃഷ്ണൻ ജനിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാണ്ടാ, എന്നെ കൊല്ലാനായിട്ട് മാവൻ ജനിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന് അതേപോലെ ഒരു അശരീരി കിട്ടി, വളർന്നു കഴിഞ്ഞാൽ തട്ടിക്കളയെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം അശരീരികളുണ്ട് മോളിൽ നിന്ന്. അവിടെ പറഞ്ഞു കൊടുത്ത് നിന്നെ കൊന്നുകളയും, അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടോന്ന് പറഞ്ഞു. അമ്മ യേശുവിനെ കൊണ്ട് രാജ്യം വിട്ട കഥയൊക്കെ ഓർമ്മയുണ്ടല്ലേ? ദിസ് ആർ ഓൾ സം റിലേഷൻ ബിറ്റ്വീൻ ഹയർ ആൻഡ് ലോവർ അതോറിറ്റി സെന്റേഴ്സ്. ഓക്കെ, ശ്രീകൃഷ്ണന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? അല്ലാണ്ട് എല്ലാ ജയിലിൽ നിന്ന് എല്ലാത്തിനും കൊല്ലാൻ തുടങ്ങിയില്ലേ? ഇതെല്ലാം ഈ അശരീരികൾ ഉണ്ടാകുന്നതെല്ലാം ചില ഇൻറ്റ്യൂഷൻസ് വരും. ആ ഇൻറ്റ്യൂഷൻസ് നമ്മളെ ചെവിയിൽ വന്ന് തട്ടുമ്പോഴാണ് നമ്മൾ ഇന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ കൊല്ലാൻ. അതുകൊണ്ട് രാജാവിന്റെ ചെവിയിലെത്തി, രാജാവ് പറഞ്ഞ് എല്ലാത്തിനും തട്ടിയേക്കാൻ പറഞ്ഞു. ഇതൊക്കെ തമ്മിൽ ഒരു സം റിലേഷൻ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയാനാണ് ഈ ഇക്വേഷൻ ഒക്കെ ഞാൻ കൊണ്ടുവന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ആൻ ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു സാധനമാണ് കണ്ട, സൂര്യന് ചുറ്റും ആ നീല കടന്ന് കറങ്ങുന്ന കണ്ട. ദിസ് ഈസ് കോൾഡ് സോളാർ സിസ്റ്റം. ഈ സോളാർ സിസ്റ്റം മറ്റേ നമ്മൾ നേരത്തെ ഈ ശരീരത്ത് ക്രോമസോമുകളെല്ലാം മൂവ്, അടുത്ത സ്ലൈഡ് കാണിക്കാം. ഇത് തമ്മിലുള്ള യോജിപ്പുള്ളത് കൊണ്ടാണ് കോസ്മോയും ഹ്യൂമൻ ബോഡിയായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇതാണ് അടുത്തത്. ഇതില് ഓരോ സെല്ലിനകത്ത് ഒരുപാട് ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കേട്ടാ, ദിസ് ഈസ് കോൾഡ് RNA-യുടെ പോളിമറൈസ് എന്ന് പറയുന്ന സാധനമാണ്. ഒരു സെല്ലിനകത്തുള്ള മൂവ്മെന്റ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് എക്സാക്ട്ലി സൂര്യനും ചന്ദ്രനും ഒക്കെ നമ്മുടെ കറങ്ങുന്ന അതേ പ്രിൻസിപ്പിളിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. നോക്കിയോ, കാണാമോ? മൂവ് ചെയ്തേണ്ട, ഇത് സെല്ലിന്റെ അകത്ത് നടക്കുന്ന സംഭവമാണ്. ഈ മൂവ്മെന്റ് ഇല്ലാതാവുമ്പോഴാണ് ദ കണക്ഷൻ ബിറ്റ്വീൻ കോസ്മോസ് ആൻഡ് സെൽ ഈസ് ലോസ്റ്റ് എന്ന് പറയുന്നത്. ഡെത്തായ നടത്തുക, ആ സെല്ലായാലും ആള് കണ്ണു തുറന്നൊക്കെ ഇരിക്കും, പക്ഷെ സെല്ലിന്റെ ഇലക്ട്രിസിറ്റി അങ്ങ് പോകും, സഡൻ ഡെത്ത് നടക്കുന്നു. ഇതാണ് സാധനം.
ഇറ്റ്സ് കോൾഡ് RNA പോളിമറേസ്, വിച്ച് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയാണ്. DNA നിന്ന് RNAയിലേക്കുള്ള പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ വേവ് ഫംഗ്ഷൻ. DNA-യുടെ അക്സസിബിലിറ്റി എല്ലാം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് 98% കുറഞ്ഞു 85% ആയി. ഇനി കുറച്ചുകൂടെ അങ്ങാട്ട് ചെല്ലുമ്പോൾ ഇറ്റ് വിൽ അഗെയിൻ മൂവ്. എന്താ ഇതാണ് DNA accessibility and current density neutral and transcription rate 87 NT per second എന്ന് പറയുന്നു. So these are all purely mathematics based life support. So I'm going to see the next slides. From genes to proteins. ഈ അടുത്ത് കുറെ കെമിസ്ട്രിയിലേക്കാണ് നമ്മുടെ യാത്ര. കുറെ നേരം നമ്മൾ സംസാരിച്ച കെമിസ്ട്രി എന്താണ് ജീനിൽ നിന്ന് പ്രോട്ടീനിലേക്കുള്ള കണക്ഷൻ എന്നുള്ളത്. DNA എന്ന് പറയുന്നത് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജിയാണ് DNA. അത് RNA ആവുന്ന പ്രക്രിയക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ക്രൈബ് ചെയ്യുകയാണ് RNA. ഫ്രം RNA പ്രോട്ടീൻസ് ആർ ഫോം. ദിസ് ഇസ് കോൾഡ് ട്രാൻസ്ലേഷൻ. ദിസ് ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. DNA നിന്ന് മെസഞ്ചർ RNA ഉണ്ടാകുന്നതിനാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതിന് ആര് വേണം? RNA പോളിമറേസ്. അതാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ചന്ദ്രൻ കറങ്ങുന്ന സാധനം കറങ്ങുന്നില്ല, ഇത് നമ്മളെ ബോഡിക്കകത്ത് കറങ്ങുകയാണ്. RNA പോളിമറേസ് റീഡ്സ് DNA ടെംപ്ലേറ്റ്. അവന്റെ ജോലിയാണ് വായിലിടാന്ന് പറയുന്നു. എന്തിനാണ് അവിടെ നടക്കുന്ന കസിനകത്ത്? എന്തെങ്കിലും പ്രോട്ടീൻ ഉണ്ടാക്കുന്നില്ലേ, അമിനോ ആസിഡ് ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള വായിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അത് സെല്ലിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോ സംസാരിക്കുമ്പോഴും സെല്ലിനകത്ത് ട്രാൻസ്ക്രിപ്ഷൻ നടന്നുകൊണ്ടിരിക്കുക. ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കാത്തപ്പോഴാണ് കുഴപ്പം വന്ന സെല്ലുലാർ ഡെത്ത് വരുന്നത്. അത് നടന്നുകൊണ്ടിരുന്നാൽ സെല്ല് റിപ്പയർ ചെയ്യും, റീജനറേറ്റ് ചെയ്യും, റിപ്പയർ, റീജനറേഷൻ ആൻഡ് ദ ഹോൾ പ്രോസസ് സക്സീഡ്. ഇതാണ് ജീൻസ് ടു പ്രോട്ടീൻസ്. ട്രാൻസ്ലേഷൻ ഞാൻ പറഞ്ഞു. റൈബോസോം റീഡ്സ് മെസഞ്ചർ RNA കോഡോൺസ്. ട്രാൻസ്ഫർ RNA ബ്രിങ്സ് മാച്ചിങ് അമിനോ ആസിഡ്. ഓരോരുത്തർക്കും ഓരോ ജോലി കൊടുത്തിട്ടുണ്ട്. ഈ റൈബോസോമിന്റെ ജോലി പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുക എന്നുള്ളത്. ഒരു റൈബോസോം തന്നെ 2 ടൈപ്പ് ഉണ്ട്. റഫ് ഗ്ലോബുലാർ സ്ട്രക്ചറാണ്, മുകളിലും താഴെയായിട്ടിരിക്കും, വലുതും ഒന്ന് താഴെ. ഇതിന്റെ നടുക്കാണ് ഇരിക്കുന്ന ആര്? ഈ മെസഞ്ചർ RNA. ആ മെസഞ്ചർ RNA അടുത്ത ട്രാൻസ്ഫർ RNA എന്ന് പറയുന്നത് ബ്രിങ്സ് മാച്ചിങ് അമിനോ ആസിഡ്. മാച്ച് ചെയ്യുന്ന അമിനോ ആസിഡ് വാലൈൻ, ലൂസിൻ, ഐസോലിസിൻ 3 ആവുമ്പോഴത്തേക്ക് ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യും. അങ്ങനെയുള്ള ഒരു 51 പ്രോട്ടീൻസ് അമിനോ ആസിഡ് വരുമ്പോഴത്തേക്ക് ഇൻസുലിൻ ഉണ്ടാവും. ആ ഇൻസുലിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ, ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. ഇതാണ് നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ മാത്തമാറ്റിക്സിന്റെ ഉസ്താദ് എന്ന് പറയുന്നത് ഈ കാണുന്ന കക്ഷിയാണ്. മാറ്റർ ടെൽസ് സ്പേസ് ടൈം ഹൗ ടു കർവ്. മാറ്റർ ആണ് പറയുന്നത് എങ്ങനെയാണ് കറങ്ങേണ്ടതെന്ന്. ആൻഡ് ദ സ്പേസ് ടൈം ടെൽസ് മാറ്റർ ഹൗ ടു മൂവ്. സോ മൂവ്മെന്റ് ഇൻ ദ സ്പേസ് ഈസ് ഇക്വേഷൻ നമുക്ക് പഠിപ്പിച്ച ഏക ബുദ്ധിജീവിയാണ് ഈ ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബ്രെയിനിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി മരിച്ചതിന് ശേഷം. ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്ക് റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന കോർപ്പസ് കലോസം ഭയങ്കരമായിട്ട് തിക്കൻഡുമാണ്. അതിന് 2 ബ്രെയിൻ, ഒരു കാര്യം ചോദിച്ചാൽ പുള്ളി 2 ബ്രെയിൻ വെച്ച് തിങ്ക് ചെയ്ത് കളയും. നമ്മളങ്ങനെയല്ല. നമ്മൾ ഒരാളത്ത് ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ അതേ പറയുള്ളൂ. ഇയാള് അതിന്റെ 3 ഡയമെൻഷണൽ വ്യൂവിൽ ഇമാജിൻ ചെയ്യുന്ന ബുദ്ധിശക്തിയുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞന്റെ പടമാണ് നമ്മൾ ഈ കാണുന്നത്. സോ ഹി ഈസ് ദ മാൻ ബിഹൈൻഡ് ഓൾ ദി സ്പേസ് ഫിസിക്സ്. സോ അദ്ദേഹത്തിന്റെ ഇക്വേഷൻ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം. അന്നത്തെ വലിയ സയന്റിസ്റ്റുകൾക്കൊക്കെ ചെയ്തതാണ്. ഗ്രാവിറ്റി µv പ്ലസ് ലാംഡ g µv ഈക്വൽസ് 8πg divided by c⁴ into 2t µv. എന്ന് കേൾക്കുമ്പോ എന്തോ ആനയാണെന്ന് തോന്നി. അതിനകത്തൊന്നുമില്ല. സ്പേസ് ടൈം കർവേച്ചർ ആണ് ആദ്യത്തെ പറഞ്ഞ ഇക്വേഷൻ. സ്പേസ് ടൈമിൽ കർവേച്ചർ, സ്പേസിൽ കർവേച്ചർ ഉണ്ട്. ആ കർവേച്ചർ കൂടെയാണ് നമ്മുടെ ഭൂമി കിടന്ന് കറങ്ങുന്നത്. പ്ലസ് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ്, അതാണ് ലാംഡ µcv എന്ന് പറയുന്നത്. ലാംഡ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. അത് അത് എന്ന് പറയുന്നത് 8πg ലൈറ്റിന്റെ c⁴ ലൈറ്റിന്റെ 4 ടൈംസ് ഇൻറ്റു 2 സ്പെക്ട്രൽ മാറ്ററിന്റെ എനർജി. t mu എന്ന് പറയുന്നത് മാറ്റർ ആൻഡ് എനർജി. ഈ ഇക്വേഷൻ ആണ് കംപ്ലീറ്റ് സ്പേസ് ഫിസിക്സും ലോ ഓഫ് ഗ്രാവിറ്റി സൂപ്പർ നോവയുടെ എല്ലാം കാൽക്കുലേഷൻ ചെയ്ത ഒരു വലിയ ബുദ്ധിജീവനെ പ്രകൃതി ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ സാധാരണ പ്രകൃതി
അല്ലാതെ വേറെ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. ആ പുള്ളി അത് ബുദ്ധി ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് ചന്ദ്രനിലൊക്കെ പോയി ലാൻഡ് ചെയ്യാനും ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനും അമേരിക്കക്കാർക്കും ഇന്ത്യക്കാർക്കും പറ്റിയത്. ഓക്കെ, ഹിസ് അദ്ദേഹം സ്പേസിൽ കൂടെ റെപ്രസെന്റ് ചെയ്ത് കണ്ട ഒരു മാറ്ററിന് എനർജി ഉണ്ട്, E=mc² എന്നുള്ള ഇക്വേഷനും കൊണ്ടുവന്ന് നമ്മളെ ഏറ്റവും അധികം ഈ ഫീൽഡിൽ കൊണ്ടുവന്ന ഒരു വലിയ ശക്തിയാണ്. മോഡേൺ ജീനോമിക്സ് റവല്യൂഷൻ. ഇനിയാണ് നമ്മളെ ജീനോമിക്സിന്റെ റവല്യൂഷൻ വരാറുള്ളത്. ഹ്യൂമൻ ജീനോം പ്രോജക്ട് 2003 വന്നു. അമേരിക്കയിൽ എല്ലാവരുടെയും ജീൻ അവർ സ്റ്റഡി ചെയ്ത് അവരുടെ ബാങ്കിലാക്കി കഴിഞ്ഞു. ഒരാൾ ആശുപത്രി വന്നു കഴിഞ്ഞാൽ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളവിടെ വരുമ്പോൾ അതിന്റെ ജീൻ അവന്റെ മേശപ്പുറത്ത് വരും. ആ ജീൻ വന്നു കഴിഞ്ഞാൽ ആ ജീന് എത്രത്തോളം ഇഫക്റ്റീവ് ആണ്, മരുന്നുമായിട്ട് ഇന്ററാക്ട് ചെയ്യും എന്നുള്ളത് ഫാർമക്കോ ജീനോമിക്സ് എടുക്കും. ജീനോമിക്സ് എടുത്ത് അതിന്റെ എൻവയറമെന്റൽ പാരാമീറ്ററുമായിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് അതിന്റെ സ്ട്രെസ് ഫാക്ടറുമായിട്ട് ഇതെല്ലാം കൂടെ അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഡയഗ്നോസിസ് കൊണ്ടുവരുന്നത്. ദിസ് ഇസ് കോൾഡ് പ്രിസിഷൻ മെഡിസിൻ, ഹ്യൂമൻ ജിനോം പ്രോജക്ട്. നമ്മളവിടെ നിന്നും നരേന്ദ്രമോദി എല്ലാ സ്റ്റേറ്റിൽ നിന്നും 100-150 പേരുടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ ഇട്ടേക്കാണ്. ഇനി ആ ബാങ്കിൽ നിന്നാണ് ആ ഡേറ്റ എല്ലാ ആശുപത്രികളിലും കൊണ്ടുകൊടുക്കും. ആ ആശുപത്രിയിൽ കൊണ്ടുകൊടുത്തിട്ട് നമ്മുടെ ജീനിന്റെ ഓരോ ടൈപ്പ്, നമ്മൾ ഏത് ടൈപ്പ് ആണെന്നും DNA rDNA ഉണ്ട്, പിന്നെ ZDNA ഉണ്ട്, ആൻഡ് ADNA ഉണ്ട്. ഈ DNA-കളുടെ എല്ലാം ടൈപ്പ് മനസ്സിലാക്കിയിട്ടാണ് ഇനി വരാൻ പോണ പ്രിസിഷൻ മെഡിസിൻ ലോഞ്ച് ചെയ്യാൻ പോവാണ്. വിത്തിൻ 2-3 years പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പ്രിസിഷൻ കാർഡിയോളജി വരുമെന്നുള്ള ഉറപ്പായി. ക്രിസ്പർ Cas8 ജിനോം എഡിറ്റിംഗ്, അതടുത്തത് ഈ ജീനിനെ എഡിറ്റ് ചെയ്യും. എവിടെ ഡിഫക്റ്റ് ഉണ്ട് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും. അതാണ് ജിനോം എഡിറ്റിംഗ്. അത് 2012-ലായി. 2020 മെസ്സഞ്ചർ RNA വാക്സിൻ അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ കോവിഡ് വന്നപ്പോഴത്തേക്ക്. ആൻഡ് അതർ പേഴ്സണലൈസ്ഡ് ജിനോമിക്സ്, ഇൻഡിവിജ്വൽ ജീനോമിക്സുകൾ വരാൻ തുടങ്ങി. എങ്ങനെ റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോശങ്ങൾ. വെരി ഇൻട്രസ്റ്റിംഗ് കോശമാണ്. കോശത്തിനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ, പുറത്തൊരു കുറെ ആൾക്കാരുണ്ട്. ഇനി ഒരു കാലഘട്ടം വരുമ്പോൾ, നമ്മളെയൊക്കെ കാലഘട്ടം കയറുമ്പോൾ ഇവിടെ കുറെ സ്പെഷ്യലിസ്റ്റ് വരും. മൈറ്റോകോൺട്രിയൽ സ്പെഷ്യലിസ്റ്റ്, റൈബോസോമൽ സ്പെഷ്യലിസ്റ്റ്, ന്യൂക്ലിയർ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ജിനോമിക്സ് സ്പെഷ്യലിസ്റ്റ്. എഞ്ചിനീയറിംഗ് ജിനോമിക്സ് അറിയാവുന്നവര്, ഹോമിയോപ്പതി ജിനോമിക്സ് എന്ന് പറഞ്ഞ് ഇനി വരാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അതിന്റെ തുടക്കമാണ് ഇതിനകത്തുള്ള ഓരോ ഈ സെല്ലുകളൊക്കെ പ്രോട്ടീൻസ് അവരെല്ലാം ഇനി വരാൻ പോണ ജിനോമിക്സ് കളികളൊക്കെ. ഈ MBBS പഠിച്ച ഡോക്ടർമാർക്ക് ഡാറ്റ എൻട്രി തന്നെ കൊടുക്കുള്ളൂ. കം യു എൻറ്റർ ഹിസ് ഡാറ്റ എന്ന് പറയും. അപ്പൊ അവരത് കൊണ്ട് എവിടെ നിന്ന് വരുന്നത്, അച്ഛനും അമ്മ എന്താണ്, ജീവിച്ചിരിപ്പുണ്ട്, അവരുടെ ജീനോം സ്ട്രക്ചർ, പിടിഗിരി ചാർട്ടൊക്കെ എഴുതി അങ്ങോട്ട് വെക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അവന്റെ ജോലി കഴിഞ്ഞ് ട്രാൻസ്ഫർ ദ ഡാറ്റ ടു ദ കൺസേൺഡ് സ്പെഷ്യലിസ്റ്റ്, സെല്ലുലാർ മോളിക്കുലാർ സ്പെഷ്യലിസ്റ്റിന് കൊടുക്കുക, മോളിക്കുലാർ കാർഡിയോളജിസ്റ്റിന് കൊടുക്കാൻ പറയും. അപ്പൊ ഈ മോളിക്കുലർ അവന്റെ ബിനോടൈപ്പ് എല്ലാം വന്നു കഴിഞ്ഞ്, ജിനോടൈപ്പ് ഈസ് വിത്ത് മീ, സോ ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ജിനോമിക് ഈസ് ദെയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ 9p21 ജീൻ എടുത്താൽ ഇയാൾ ഏത് കാറ്റഗറിയാന്ന് നോക്കി അതിനെടുത്താൽ വയ്ക്കും. എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യും. ആഡ് ദീസ് ടു ഗദർ ആൻഡ് വാട്ട് ഈസ്. അപ്പൊ എൻവയറമെന്റൽ സ്പെഷ്യലിസ്റ്റ് അപ്പുറത്തിരിപ്പുണ്ട്, കാലാവസ്ഥ നിരീക്ഷണത്തിന്റെ പ്രൊഫസർ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറയും വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദി ഹ്യൂമിഡിറ്റി ആൻഡ് ഓൾ ദിസ് വിൽ ബി. ഇതെല്ലാം എൻ്റർ ചെയ്യാൻ പറയും. അടുത്ത ആൾട്ടിറ്റ്യൂഡ് എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് പറയും യെസ് പുട്ട് ഇൻ ടുഗദർ. സെക്കൻഡ്സ് കൊണ്ട് ഡയഗ്നോസ് ആയി, ദിസ് ജെന്റിൽമാൻ ഹാസ് എ മെമ്പറൈൻ deficient disorder and his mitochondria is defective and he has to be given mitochondrial stimulants. ഡയഗ്നോസിസ് കഴിഞ്ഞ് ഇത് ഇവിടെ വന്ന് ഇങ്ങനെ വരുന്നു, മുഖത്ത് നോക്കിയിട്ട് ബീറ്റ ന്യൂറോബയോട് തിരിച്ചു കൊടുക്കുക, അത് മാറ്റിട്ട് പോകും, ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ലേ. ഇനി അത് നടക്കില്ല. ഇനി നടക്കാൻ പോണത് ഒരു ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഹൈ ലെവൽ ഹോസ്പിറ്റലിലേ നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കൊച്ചു ഹോസ്പിറ്റലൊക്കെ ഇട്ട് എനിക്ക് വരുന്ന ജലദോഷം പനിക്കുള്ള മരുന്ന് കൊടുത്ത് പറഞ്ഞു വിടാം. But if you want a real treatment, you have to approach an institution where genomic facilities there. Already ഞാൻ കിംസിൽ പോയി, അവിടെ ജീൻ ലാബ് ഉണ്ട്, ജീൻ ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടുത്തെ ഫിനോടൈപ്പ്, ജീനോടൈപ്പ്, GG ടൈപ്പ് എല്ലാം കണ്ടുപിടിക്കും. 8000 രൂപ കൊടുത്ത ജീൻ സ്റ്റഡി ചെയ്ത് തരും. ആ ജീനെ എടുത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പ്രിസിഷൻ മെഡിസിൻ ചെയ്യാൻ പറ്റും. ആ ലെവലിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഈ പടം ഇത്രയും ഭംഗിയായിട്ട് ഇട്ടത്. ഓക്കെ.
So reticular specialist, nuclear specialist, ribosomal specialist, mitochondrial specialist, and cytoplasmic cell, and all this will be there. Okay. ഇതാണ് നമ്മുടെ റേഡിയേഷൻ പ്രൊഡ്യൂസേഴ്സ് മ്യൂട്ടേഷൻ ഇൻ ജീൻ. സിമ്പിൾ ഒരു ഡയഗ്രാം ആണ്. വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ DNA. അതിന്റെ ഇപ്പുറത്താണ് കുറെ 5' ഉണ്ട്, 3' ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു അമിനോ സോറി ന്യൂക്ലിക് ആസിഡുകളുണ്ട്. ആർജിനൈൻ ടൈറോസിസ് അമിനോ ആസിഡ് ആണ്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ന്യൂക്ലിക് ആസിഡ് ആണ്. ഈ ന്യൂക്ലിക് ആസിഡിന് 3 കോഡോൺ വരുമ്പോഴാണ്, ഒരു 3 കോഡോൺ വരുമ്പം ലൈസിൻ ആവും. ആ 3 GUU വരുമ്പോ വാലിനായി, UAC ടൈറോസിനായി, CGG വന്നു കഴിഞ്ഞാൽ അർജിനായി. ഈ 3ഉം ഈ പറഞ്ഞ ഇത്രയും ഒരുപോലെ വരികയാണെങ്കിൽ നമ്മുടെ പ്രോട്ടീൻ ഹോമോലോഗസ് പ്രോട്ടീൻ ആവും. തിരിച്ച് എവിടെയെങ്കിലും ആ ടൈറോസിൻ ഇരിക്കുന്നിടത്ത് വാലൈൻ ഇപ്പുറം നിൽക്കുന്നെങ്കിൽ ഹെറ്ററോജിനസ് പ്രോട്ടീൻ ആവും. ഇതുപോലെ അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് പ്രോട്ടീൻ എന്ന് പറയാം. മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു. ഈ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് ക്യാൻസറുകളൊക്കെ വരുന്നത്. മ്യൂട്ടേഷൻ ഒരുപാട് വരുമ്പോഴത്തേക്ക് ജീൻ സോറി നമ്മുടെ ഇൻസുലിന്റെ മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോഴത്തേക്ക് അമിനോ ആസിഡ് ഇരിക്കുന്നിടത്ത് മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോം, IRS എന്ന് പറയുന്നു. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിൻഡ്രോമിന് ക്രിസ്പർ ടെക്നോളജി വെച്ച് അമേരിക്കയിൽ ഭയങ്കര ഡിസ്കഷൻ, ട്രീറ്റ്മെന്റ് ഇറങ്ങാൻ പോവാണ്. കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അമിനോ ആസിഡ് സ്ട്രൈറ്റ് ആക്കി ഡയബറ്റീസ് ക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഈ ഡയബറ്റീസ് ഒരു തലവേദനയായി നടക്കുന്നത് മിക്കവാറും 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് 2030 കഴിയുമ്പോഴത്തേക്ക് അതിനൊരു ശമനം കിട്ടുമെന്നാണ് എന്റെ കണക്കൂട്ടല്. അന്നത്തേക്ക് നമുക്ക് ആലോചിക്കാം നമ്മുടെ ശാസ്ത്രം എത്രത്തോളം പുരോഗമിക്കുന്നുണ്ട്. ഇപ്പോഴേ അവര് പാങ്ക്രിയാസില് ചെറിയ കീഹോൾ ഇട്ടിട്ട് പാങ്ക്രിയാസിൽ ഐരൺ സെൽ ഇഞ്ചെക്ട് ചെയ്ത് തുടങ്ങി. ആ ഇഞ്ചക്ഷൻ കുറച്ച് നാൾ പോകും, അത് തീരുമ്പോൾ അടുത്തൊരു ഡോസ് ഇഞ്ചക്ഷൻ കൊടുക്കും. അതെല്ലാം ജനറ്റിക്കലി മോഡിഫൈഡ് ആണ്, അല്ലാതെ ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ള എല്ലാം പോകും. അപ്പൊ മറ്റേത് ഒന്ന് അതിന്റെ ആക്ഷൻ തോന്നുമ്പോൾ ഇൻസുലിൻ നമ്മൾ കുത്തിവെക്കേണ്ടി വരില്ല. ടെക്നിക്കുകൾ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തയിലേക്ക് പോകുന്നു. ജേണി 5 കോസ്മിക് സ്റ്റേജസ് എന്താ, ഇതൊക്കെയാണ് ജേണികൾ. നമ്മൾ പറഞ്ഞാൽ പല കാര്യമാണ്. കോസ്മിക് നിന്ന് തുടങ്ങി, സ്റ്റാറിൽ നിന്ന് വന്നു, സ്റ്റാറിൽ നിന്ന് മോളിക്യൂൾ ഓർഗാനിക് റിയൽ RNA വന്നു, RNA നിന്ന് DNA വന്ന്, DNA കോസ്മിക് ജെനിസിസിനെ പറ്റിയാണ് പറയുന്നത്. സോ ഐ തിങ്ക് കോസ്മിക് ജെനിസിസിന് കൂടുതലായിട്ട് പറയേണ്ടി വരില്ല. കാര്യം അവിടെ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹൈഡ്രജനും 75 ഹീലിയം കൂടെ ചേരുമ്പോഴാണ് വൈ മാറ്റർ ഫോർ ജീൻസ്. ആൻഡ് ഫൈനലി ഇത് 13.8 ബില്യൺ ഇയേഴ്സ് സിൻസ് ബിഗ് ബാങ് 2 എലമെന്റ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഹൈഡ്രജനും ഹീലിയവും. പിന്നീടാണ് അടുത്ത എലമെന്റുകൾ വന്നത്. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ ആൻഡ് ഓക്സിജൻ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഇതെല്ലാം നിങ്ങളുടെ മെഡിസിൻസിലുണ്ട്. ഫോസ്ഫറസ് നിങ്ങളുടെയിലുണ്ട്, സൾഫർ നിങ്ങളുടെയിലുണ്ട്. പിന്നെ കാർബൺ ഉണ്ടോ എന്ന് എനിക്ക് കാണും. കൽക്കാരിയ കാർബൺ എന്നൊക്കെ പറയുന്നില്ലേ, കാർബൺ കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. കാൽഷ്യം അല്ലെ, കാർബൺ എന്ന് പറയുന്നത് എന്താണ്? കാർബണേറ്റ് അല്ലേ, കാർബോണിക് ആസിഡ്. എന്താണ് കൽക്കാരിയ കാർബ്? കൽക്കരിയ കാർബ്, കാൽസ്യം കാർബണേറ്റ്. കാർബണേറ്റ്. അപ്പൊ കാർബണേറ്റ് ഉണ്ട്, അപ്പൊ കാർബൺ ഉണ്ട്. അപ്പൊ കാർബൺ മോളിക്യൂളാണ്, കാർബണേറ്റ് ആണ്. അപ്പം എല്ലാ മെറ്റൽസും നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ്. ഹൈഡ്രജനും കാണാതിരിക്കത്തില്ല. ആൻഡ് ഫോസ്ഫറസ് എന്തായാലും ഉണ്ട്, ഫോസ്ഫറിക്. സോ ഐ തിങ്ക് ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉണ്ട്. ഐ തിങ്ക് ദീസ് ആർ ഓർക്കാനുള്ള പേരിന്റെ ചിനോപ്സ് എന്ന് ഓർത്താൽ മതി. ചിനോപ്സ്, CHNOPS എലമെന്റ്സ്. ആൻഡ് സ്റ്റാറിൽ നിന്നുണ്ടാക്കുന്നതാണ് ഇതൊക്കെ. ഫ്യൂസ് ടുഗദർ ലൈറ്റർ എലമെന്റ്സ് ഇൻടു ഹെവിയർ വൺ. അത് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് CH3, 3 H3 CH3, 4 വരുമ്പോൾ മീത്തേനായി, മീത്തേനിൽ നിന്ന് മെത്തനോളായി, മെത്തനോൾ എന്ന് പിന്നെ ഇഥൈൽ ആൽക്കഹോളായി, ഇഥൈൽ ആൽക്കഹോൾ എന്നെല്ലാം ഇങ്ങനെ മോളിക്കുലാർ ലെവലിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായെന്നുള്ള ഓർക്കുക. നൗ interstellar chemistry and primordial soup theory that is simulated early earth atmosphere and electric spark lightning. ഞാൻ നേരത്തെ പറഞ്ഞു, നൈട്രജൻ ഒക്കെ ഫോസ്ഫേറ്റ് വന്നു കഴിഞ്ഞു, and produce amino acid spontaneously and building block created. So now the stage 4 is RNA വേണ്ട. അപ്പം ഈ എലമെന്റ് ഇന്ന് RNA ഫോം ചെയ്യും, റൈബോന്യൂക്ലിക് ആസിഡ്. അതിന് ലൈഫ് ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ 4 billion years ago. And why RNA came before DNA? You can ask, the DNA and RNA ഉണ്ടായിക്കൂടെ? ഇല്ല, ഒരു സിംഗിൾ മോളിക്യൂൾ ആണ് RNA, മറ്റേത് 2 മോളിക്യൂൾ ആണ്. സോ ഐ തിങ്ക് ഓൾവേസ് RNA
രണ്ട് ട്വിസ്റ്റ് വന്നെങ്കിൽ മാത്രമേ DNA വരാൻ പറ്റുള്ളൂ. സോ ഐ തിങ്ക് ഒന്നിന് റിബോസ് ന്യൂക്ലിയസ് ആണ്, ഡിയോക്സി റിബോ ന്യൂക്ലിയസ്. ഡിയോക്സി റിബോ ന്യൂക്ലിയസ് സ്റ്റേബിൾ ആണ്, RNA എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്. അത് ഷോർട്ട് ഡ്യൂറേഷനുള്ളൂ. സ്റ്റേബിൾ ആയിട്ടുള്ള ആവണമെങ്കിൽ അൺസ്റ്റേബിൾ നിന്ന് സ്റ്റേബിൾ ആവും. അതാണ് നമ്മൾ പറയുന്നത് സിമ്പിൾ സ്ട്രക്ചർ റിബോസ് ഫോംസ് മോർ ഈസിലി ദാൻ ഡിയോക്സി. കാറ്റലറ്റിക് ആക്ടിവിറ്റി RNA ക്യാൻ ആക്ട് ബോത്ത് ആസ് എ ജനറ്റിക് മെറ്റീരിയൽ ആൻഡ് എൻസൈംസ്. ആൻഡ് മറ്റേ DNA എന്ന് പറയുന്നത് വേറെ ജോലിയൊന്നുമില്ല, ഇൻഫർമേഷൻ സ്റ്റോറേജിന്റെ സാധനമാണ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിനകത്ത് യു ക്യാൻ സി ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര വരെ പോകാനുള്ള നീളമുണ്ട്. അതിനകത്തുള്ള ന്യൂക്ലിയോടൈഡിന്റെ ആ ചുറ്റൽ റിങ്ങിന് ചുറ്റത്ത് നീട്ടി വിട്ടാൽ നെയ്യാറ്റിൻകര നിൽക്കും ഒരാളുടെ ഒരു സെല്ലിനകത്തുള്ള. ഇമാജിൻ ഹൗ ദ നേച്ചർ, ദിസ് ഇസ് കോൾഡ് ഫിബോനാച്ചി അപ്പിയറൻസ്. ഫിബോനാച്ചി പറഞ്ഞ സൂര്യകാന്തിയുടെ പൂണ്ട എന്റെ ചുറ്റും കൊണ്ട് വെറ്റലിന് ചുറ്റും അല്ലിയിരിക്കുന്നുണ്ട്. അല്ലിയുടെ അറേഞ്ച്മെന്റ് എല്ലാം ഫിബോനാച്ചി അപ്പിയറൻസ് ആണ്. അത് ആ സ്പേസ് കൺസർവേഷൻ വേണ്ടി പ്രകൃതി ചെയ്യുന്ന ഒരു കളിയാണ്. അതേ കളിയാണ് നമ്മുടെ DNA ഈ ഫിബോനാച്ചി അപ്പിയറൻസ് വെച്ചിട്ടാണ് ഇവനെ ചുറ്റി 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 വെച്ചേക്കുന്നത്. നീണ്ടു വരുമ്പോൾ അത്രയും കിലോമീറ്റർ, 25-30 കിലോമീറ്റർ നീളം ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അതിനെപ്പറ്റി പഠിച്ചേക്കുന്നത്. റിബോസോം ഫാക്ടറീസ് ആർ ലൈക്ക് ദാറ്റ് സ്റ്റേജസ്. ജനറ്റിക് കോഡ് 64 പോസിബിൾ കോഡോൺസ് ഉണ്ട്, 20 അമിനോ ആസിഡ് ഉണ്ട്. Provides error dollar. Now universal across all forms. Now I think this is all bacteria, plants, animals, fungi, all same board ആണ്. ഇവരെല്ലാം നമ്മുടെ സഹോദരങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ടീരിയ അകത്ത് കയറിയപ്പോൾ ഓരോരുത്തർ അയ്യോ വേണ്ട വേണ്ട, നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ബാക്ടീരിയ കയറിപ്പോ. ബാക്ടീരിയ ഉള്ളിലുണ്ട് ഇഷ്ടം പോലെ. അതിനാണ് നമ്മളെ ഇവിടെ എന്താണ് സിംബയോട്ടിക് ബാക്ടീരിയ. നമ്മളെ ശരീരമായിട്ട് അലിഞ്ഞു ചേരുന്ന ബാക്ടീരിയകളുണ്ട്. പിന്നെ മറ്റേ പാത്തോജനിക് ബാക്ടീരിയ ഉണ്ട്. അവനാണ് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ ബോഡി മുഴുക്കയും ബാക്ടീരിയ ഉണ്ട്. അതിനകത്ത് ആ ബാക്ടീരിയ നമുക്ക് ആവശ്യമുള്ള ആളാണ്. ആവശ്യം ഇല്ലാത്തവൻ കയറി ചെല്ലുമ്പോഴാണ് വയറിളക്കം പിടിക്കുന്നത്. സോ വി ആർ കില്ലിങ് ദോസ് പാത്തോജനിക് ബാക്ടീരിയ ആൻഡ് യു ഹാവ് ടു സപ്ലൈ ബാക്ടീരിയ. അപ്പോഴാണ് നമ്മളിപ്പം ചില പണ്ടെല്ലാരും അസിഡിറ്റി എന്ന് പറഞ്ഞ് ഉള്ള ആന്റാസിഡ് റാൻഡാഗ് വാരി കൊടുക്കും. ഇപ്പൊ ഞാൻ പറയും ദയവ് ഇത് കൊടുക്കല്ലേ, ഉള്ള അസിഡിറ്റി എല്ലാം പോകും നിങ്ങളെ. ഗ്യാസ് എന്ന് പറഞ്ഞുകൊണ്ട് റാൻഡാഗ് തിന്നുന്ന അണ്ണന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദ അസിഡിക് ഇൻവെന്റ്മെന്റ് ഇസ് പ്രൊട്ടക്റ്റീവ് ടു ദ ഹ്യൂമൻ ബോഡി. ബോഡിയിൽ നിന്നുള്ള ടോക്സിസിറ്റി ഉള്ള സാധനങ്ങൾ വയറ്റി ചെല്ലുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യേണ്ട സാധനമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിനെ പിടിച്ച് റാൻഡാഗ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസർ എളുപ്പം വരും. ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് ഇതൊക്കെ പണ്ടത്തെ. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് യോഗട്ടാണ്. യോഗട്ട് ബാക്ടീരിയ, അതിനകത്ത് ഇഷ്ടംപോലെ ബാക്ടീരിയകളുണ്ട്. കൊളോണിക് ബാക്ടീരിയ. ഇവനെ കണ്ട് കൊടുത്തു കഴിയുമ്പോൾ അവൻ ഹെൽത്തി ബാക്ടീരിയ ആണ്. ചെന്നകത്ത് കിടക്കുന്ന രോഗം പിടിച്ചതിനെ അങ്ങ് എടുത്ത് തിന്നുകളയും. മീൻ വെള്ളത്തിൽ ഇടുന്നുണ്ടെങ്കിൽ മീൻ ചെന്ന് ചെറിയ കീടാണെങ്കിൽ തിന്നുകളയും. അപ്പം ശുദ്ധജലവും. അതേ ടെക്നിക്കാണ് ഇവെല്ലാം വന്ന ഉടനെ വയറ്റുവേദന എന്ന് പറഞ്ഞ റാൻഡാഗ് കൊടുക്കുക, ഒമിപ്രോസോൾ കൊടുക്കുക. അതൊക്കെ ജാമ്പോന്റെ കടന്ന് ചികിത്സ. വിയറിന് പ്രത്യേക ഏരിയ കാൾഡ് ഗട്ട് സ്ട്രെങ്തൻ ബാക്ടീരിയകളെ കൊടുക്കും. ഇപ്പൊ ഞാൻ കൊടുത്തു തുടങ്ങി കൊളോണിക് ബാക്ടീരിയകളൊക്കെ. ഇത്തരം ഒരു അസിഡിറ്റി ഒരു പാൻഡോസിഡ് കമ്പനികളിലെ പോയിട്ട് പോവാ. അവർക്ക് പോലുള്ള കച്ചവടം എല്ലാം പോകും. ഈ രീതിയിലായാല് ഇതിലായ അതൊക്കെ നമ്മുടെ പുതിയ ടെക്നോളജികളാണ്. ഇതാണ് നമ്മുടെ റിബോസോം ഫാക്ടറി ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഈ മുകളിലിരിക്കുന്ന റൈബോസോമും താഴെ ഇരിക്കുന്ന റൈബോസോമിന്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ കൂടെയാണ് നമ്മുടെ മെസഞ്ചർ RNA കാണാൻ പറ്റുമോ? ഇത് കൂടെ ദിസ് ഇസ് കോൾഡ് എസെൻഷ്യലി ദേ ആർ ദ എസെൻഷ്യൽ മോളിക്കുലാർ മെഷീൻ എന്ന് പറയുന്നു. ടേൺസ് ജനറ്റിക് ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഫങ്ഷണൽ പ്രോട്ടീൻ. ആണ് ലാർജ് സബ് യൂണിറ്റ് ഉണ്ട്, ലാർജ് ഉണ്ട്, സ്മോളും ഉണ്ട്. ഐ ആം ഗോയിങ് ടു ഷോ ഇതാണ് കണ്ടാ മെസഞ്ചർ RNA ഇൻ ബിറ്റ്വീൻ ആ സ്പേസിൽ കിടക്കേണ്ടത്. എൻ്റെ ആ തൊപ്പിയിട്ട് ആളെ പോലെ ഇരിക്കുന്നു. അതാണ് അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പ്രോട്ടീൻസ്, അമിനോ ആസിഡ് ഇങ്ങനെ ഈ കോഡോൺസ് ഇങ്ങനെ 3 അമിനോ ആസിഡിനെ പൊക്കിയെടുത്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡയഗ്രാമാണ് ഈ കാണിച്ചേക്കുന്നത്. നൗ വാട്ട് ഈസ് ദാറ്റ്? ന്യൂക്ലിയോടൈഡ് ആൻഡ് ലൈഫ് ഇൻഫർമേഷൻ യൂണിറ്റ്. ഇതാണ് ലൈഫിന്റെ ഇൻഫർമേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. 3 കമ്പൗണ്ട്സ്. അത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിട്ട് ആണ്. 3 കമ്പോണൻസ്: നൈട്രോജീനിയസ് ബേസ്, പെന്റോസ് ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് നമ്മുടെ ഏറ്റവും വലിയ. ചില ഈ ഹോമിയോപ്പതി ഡ്രഗ്സ് ഫോസ്ഫേറ്റ് ഉള്ളത് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ ചില
ഫോസ്ഫേറ്റിന്റെയൊക്കെ ശക്തികൾ, അതിന്റെ കണ്ടന്റ് കുറയുമ്പോഴാണ് ചില ഡിസീസ് ഒക്കെ വരുന്നത്. അപ്പൊ അത് ഫോസ്ഫേറ്റ് കണ്ടെയ്നിങ് ഡ്രഗ്സ് ആർ വെരി യൂസ്ഫുൾ. ആൻഡ് ഈവൻ നിങ്ങളുടെ മെഡിസിൻ മറ്റൊരു ഷുഗറൈസ് ആണ്. അതെല്ലാം നമ്മുടെ ജീനുമായിട്ടൊക്കെ ഒത്ത് ഇണങ്ങുന്ന ഒരു 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 മോളിക്യൂളാണ്. അതുകൊണ്ട് എല്ലാവരും ഇതെന്ത് പഞ്ചസാര ഉള്ള സാധനം കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിനകത്തു കൂടെയാണ്, ആ ചെറിയ ഹോളിൽ കൂടെയാണ് ഇവൻ ചെന്നിരിക്കുകയും അത് തറഞ്ഞിട്ട് ചെന്ന് ആക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫണ്ടാസ്റ്റിക് പ്രിപ്പറേഷൻ ആണ്. ഷുഗർ പ്ലസ് ദിസ് ഫോസ്ഫേറ്റ് കോമ്പിനേഷൻ ബ്രേക്ക് ത്രൂ significant information base sequence can encoded in the data polymerization. And I'm going to see my own slide only. This is what I made using artificial intelligence. ഇത് നോക്കിയാൽ എന്തെങ്കിലും പിടിയിട്ടുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ബ്രഹ്മാസ്ത്രം ഇരിക്കുന്നത്. ഇതാണ് നടുക്കിരിക്കുന്ന സാധനമാണ്. നാല് അഡിനൈൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ എന്ന് പറയുന്ന 4 സാധനങ്ങളാണ് ഏറ്റവും നടുക്കിരിക്കുന്നത്. അതിന്റെ പുറത്തിരിക്കുന്നതാണ് എഗെയിൻ അനദർ 8 ഉണ്ട്. അതിന്റെ പുറത്ത് പിന്നെ 16 ഉണ്ട്. ഈ സാധനങ്ങളുടെ കോമ്പിനേഷനിൽ കൂടെയാണ് നമ്മുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ കോമ്പിനേഷനിൽ കൂടെയാണ് നമ്മുടെ ശരീരത്ത് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ടാകുന്ന ആ ബ്രഹ്മാസ്ത്രം എന്നാണ് ഞാൻ ഇട്ടേക്കുന്ന പേര്. ആ അസ്ത്രത്തിന് നടുക്ക് ഈ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു കഴിഞ്ഞാൽ ജനറ്റിക് അബ്നോർമാലിറ്റി വരും. അഡിനൈൻ ഇരിക്കുന്ന ഭാഗത്തുനിന്ന് എന്തെങ്കിലും തൈമിൻ വന്നിരിക്കുകയും തൈമിൻ ഇരിക്കുന്നിടത്ത് അഡിനൈൻ വന്നു കഴിഞ്ഞാൽ ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചു. ക്രോമസോമൽ മ്യൂട്ടേഷൻ, അതാണ് ഇത് നടക്കുന്നത്. സോ DNA is another very interesting thing. ഡബിൾ ഹെലിക്സ് എന്താ വാട്സൺ ആൻഡ് ക്രിക്ക് ഈയിടയ്ക്ക് മരിച്ച ആളാണ് നമ്മുടെ വാട്സൺ എന്ന് പറയുന്ന ആള്. ദാറ്റ് ഈസ് ladder appearance of our spiral structure of DNA was detected, and that gentleman died, the scientist died, and all the structures we studied in our pre-degree itself. Adenine joins thymine, and 2 hydrogen bond കാണും. സൈറ്റോസിൻ വിത്ത് ഗ്വാനിൻ 3 ഹൈഡ്രജൻ ബോണ്ട് കാണും. ഇതെല്ലാം ക്രിസ്റ്റലോഗ്രാഫി വെച്ച് സ്റ്റഡി ചെയ്തെടുത്ത കാര്യങ്ങളാണ്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഫർദർ ഡിസ്കസ്. അങ്ങനെ RNA DNA ആയി, വൈ ലൈഫ് അപ്ഗ്രേഡഡ് ടു DNA, നമ്മളിതെല്ലാം നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ATGC എന്ന് പറയുന്നതാണ് DNA. മറ്റേതാ തൈമിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ യുറാസിൽ. അതാണ് അതിന്റെ പരിപാടി. ATGC. അഡിനൈൻ എപ്പോഴാണ് ഈ തൈമിനെ റീപ്ലേസ് യുറാസിലാവുമ്പോൾ RNA ആയി കഴിഞ്ഞ് ഇത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഡബിൾ സ്ട്രാൻഡഡ് ആണ്. ഒന്നും സ്റ്റെബിലിറ്റി ഇല്ല. 2 ഹൈഡ്രോക്സി ഗ്രൂപ്പ്, മറ്റേത് മോർ സ്റ്റേബിൾ ആണ്. ഫംഗ്ഷൻ കാറ്റലിസ്റ്റ് ആണ്. ഇൻഫർമേഷൻ സ്റ്റോറേജ് ആണ് ഇദ്ദേഹത്തിന്റെ പണി. DNA സൈസ് സ്മോളർ ആണ്, ഇതിന്റെ സൈസ് ലാർജർ ആണ്. ആൻഡ് എറർ റേറ്റ് ഹയർ ആണ്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ DNA ആൻഡ് RNA. നൗ വി ആർ കമ്മിങ് ടുവേർഡ്സ് ലിറ്റിൽ ബിറ്റ് എൻഡ് ഓഫ് ഹ്യൂമൻ ലൈഫ്, വെയർ ലൈറ്റ് സ്പെക്ട്രം, ലൈറ്റിനകത്ത് വിബ്ഗ്യൂർ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ലൈറ്റ്, നമ്മളെ ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച ലൈറ്റ് വിബ്ഗ്യൂർ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഈ കളർ വേരിയേഷൻ, മഴവില്ല് കാണുന്ന മെക്കാനിസം ഒക്കെ നമുക്കറിയാം. ഇറ്റ്സ് ഓൺലി ആ ഡ്രോപ്പിൽ കാണുന്ന കളറിനെയാണ് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്. സോറി നമ്മുടെ റൗണ്ടായിട്ട് മഴവില്ല് പോലെ കാണുന്നത് അത് ഈ വിബ്ഗ്യൂറിന്റെ ടെക്നിക്കാണ്. അതിലുള്ള ഗ്യാസ് നമുക്കറിയാവുന്ന എല്ലാം നമ്മുടെ നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് ഹൈഡ്രജൻ. ആൻഡ് ബയോമോളിക്യൂൾ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, മൈക്രോ എലമെന്റ്സ്. നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള ആളാണ്. കാർബൺ, നൈട്രജൻ, കാൽഷ്യം, ആൻഡ് ഓക്സിജൻ, സൾഫർ, മെഗ്നീഷ്യം. ദിസ് കോൾഡ് മൈക്രോ എലമെന്റ്സ്. നമ്മുടെ ഫെറിയം, സിങ്ക്, കോപ്പർ, മാംഗനീസ്, അർസനിക്, നിങ്ങളുടെ അർസനിക് ആൽബമൊക്കെ ഉള്ള ചെറിയ മൈക്രോ എലമെന്റ്സുകളെല്ലാം ഈ മൈക്രോ എലമെന്റ്സിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. Now this is a whole theory we have discussed from Big Bang. There is a connection definitely. Now mutation എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, then natural selection. Now this is I am going to finish because genomics എന്ന് പറയുന്നത് നമ്മുടെ EHR ഡേറ്റ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ ഉണ്ടാവുന്ന ഡേറ്റയും ഓമിക്സ് ഡേറ്റയും ജിനോമിക് ഡേറ്റയും എൻവയറമെന്റൽ ഡേറ്റയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ പ്രിസിഷൻ മെഡിസിൻ ആണ്. നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ ഹോമിയോപ്പതി ചെയ്യുന്ന മെക്കാനിസങ്ങൾ ജിനോമിക്സ് നോക്കുന്നില്ലെന്നേ ഉള്ളൂ. നൗ യു ഹാവ് ടു ലുക്ക് ഇൻ ഫ്യൂച്ചർ വിത്തിൻ 5 years ജീൻസ് ആൻഡ് യുവർ മെഡിസിൻസ് ഇന്ററാക്ഷൻ യു ക്യാൻ സ്റ്റഡി. ദാറ്റ് ഈസ് വാട്ട് ഐ ആം. നമ്മൾ ഈ പഠിക്കുന്ന അർജുന ടെർമിനാലിസ് അർജുന എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനത്ത് ഇഷ്ടംപോലെ
റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ. എല്ലാവരും പേര് ആയുർവേദക്കാരൊന്നും പഠിച്ചിട്ടില്ല, ചുമ്മാ. ഇറ്റ് ഈസ് ഓൾ RCT. ബുക്ക് എടുത്ത് വെച്ച് നോക്കാം, വായിച്ചാൽ മനസ്സിലാവും. RCT നടത്തി ഇന്ത്യൻ ഹാർട്ട് ജേണൽ പോലും ടെർമിനാലിസ് സർജനെ പറ്റി ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. ആ ആർട്ടിക്കിളിൽ സൂപ്പർ ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളവർക്ക് കേൾക്കുമ്പോൾ അതെന്തിനും തന്നെ അവർക്ക് അറിഞ്ഞൂടാ. ഇറ്റ്സ് ഓൾ വെൽ സ്റ്റഡീഡ് ഡ്രഗ്സ് ഇൻ ആയുർവേദം. അങ്ങനെ നമ്മൾ പറയുന്നത് നമുക്ക് മനസ്സിലുണ്ട് സാർ, ഉണ്ട്, അർജുന. ഇന്റർനാഷണൽ ആ ജേണലിലൊക്കെ ഉണ്ട്. അത് ആരും സമ്മതിക്കുന്നില്ല. അത് നമ്മൾ സമ്മതിക്കാനാണ് ഇതുപോലുള്ള മീറ്റിംഗ് കൂടുന്നത്. മനസ്സിലാവണം. സോ ഐ തിങ്ക് വി ഗോ ടു നൗ. ദിസ് ഈസ് മൈ ഓൺ ടെക്നിക് ഓഫ് precision medicine. This is called Hridayalaya Heart Foundation. I studied 100 patients, and the patient database I have created, and this is what the distribution by Kerala district. എവിടെ എത്ര പേര്, കോട്ടയത്ത് നിന്ന് എത്ര വേളെ ജീൻ പഠിച്ച്, കാസർഗോഡ് നിന്ന് പഠിച്ച്, പത്തനംതിട്ട നിന്ന് പഠിച്ച്, എറണാകുളത്ത് നിന്ന് പോയി, വയനാട്, തിരുവനന്തപുരത്ത് നിന്ന് ഇത്രയും ആൾക്കാരുണ്ട്, തൃശ്ശൂര്, ആലപ്പുഴ, എങ്ങനെയുണ്ട് ഈ റാൻഡമൈസ്ഡ് ട്രയൽ ജീനിനെ സ്റ്റഡി ചെയ്ത്. ഈ ജീനിന്റെ ഡേറ്റ ഈസ് കോൾഡ് നോട്ട് ഫ്രം ബ്ലഡ് എടുത്തിട്ടല്ല. നിങ്ങളെല്ലാം ഇത് ജയപാൽ ഡോക്ടർ, ഇത് സിമുലേറ്റ് ചെയ്യാം. കോട്ടയത്തുള്ള ആൾക്കാരുടെ 5 പേര് എടുക്കാൻ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ബോഡി സർഫസ് കഴിച്ചാൽ ഒരാളെ അവൻ ക്രിയേറ്റ് ചെയ്യും. രാമകൃഷ്ണൻ എന്നായിരിക്കും ആളെ പേര്. രാമകൃഷ്ണന്റെ ജീനാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പൊ അത് ആ കോട്ടയത്തുള്ള ഒരാളുടെ സിമുലേറ്റ് ചെയ്ത് പഠിച്ചേക്കുന്ന ജീൻ അനാലിസിസ് 100 പേരുടെ സ്റ്റഡി ചെയ്ത്. അല്ലാതെ ചെന്നാൽ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല. ഹു ആസ്ക് യു ടു സ്റ്റഡി ദ ബ്ലഡ് ആൻഡ് ജിനോമിക്സ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ 50,000 രൂപയാവും ഫുൾ. ഒരാൾക്ക്. അങ്ങനെ 100 പേർക്കാകുമ്പോൾ 1 കോടിയായില്ലേ. അതുകൊണ്ട് നമ്മൾ AI ഉപയോഗിച്ച് സ്റ്റഡി ചെയ്തതാണ്. ആൻഡ് ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് 9p21 CAD റിസ്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായ? ഈ ജീനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ 53% പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റി. ഇനി അവിടെ ചെന്നിട്ട് ഇനി മറ്റേ യഥാർത്ഥ ബ്ലഡ് എടുത്ത് നോക്കിയാൽ 99% ആക്യുറസിയോടാണ് ചെയ്തേക്കുന്നത്. അതാണ് ഇതിന്റെ ഗുണം. അടുത്ത കേരള സ്റ്റഡി കേട്ടാ, മൈക്രോ RNA 126 റെഡ്യൂസ് ഇൻ CAD ആണ്. ഈ മൈക്രോ RNA 155 ഡൗൺ റെഗുലേറ്റഡ് ആൻഡ് അൺസ്റ്റേബിൾ എൻജൈന. മൈക്രോ RNA 208 എലിവേറ്റഡ് ഇൻ ഹാർട്ട് ഫെയിലിയർ. മൈക്രോ RNA 499 റൈസ് ഇൻ അക്യൂട്ട് MI. അപ്പം അക്യൂട്ട് MI ഉണ്ടാവുന്നത് ഈ MI-RNA വന്നിട്ട് ഉണ്ടാകുന്ന നോക്കിയാൽ മതി. യു ക്യാൻ ടെൽ ഇറ്റ് ഈസ് MI. വിത്തിൻ സെക്കൻഡ്സ് MI കണ്ടുപിടിക്കാം. വേറെ ഒരു പരിധി പോണ്ട, ECG വേണ്ട, ഒന്നും വേണ്ട. ഈ ബ്ലഡ് ഈ ജീനോമിക്സ് വെച്ച് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ ഗുണം. ആൻഡ് മൈക്രോ RNA ജീൻ റെഗുലേറ്ററി റിലേഷൻഷിപ്പ് എല്ലാം എത്തിക്കഴിഞ്ഞു. ഈ ഓരോ നമ്പറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐ തിങ്ക് ദിസ് ഈസ് മൈ ഫൈനൽ കൺക്ലൂഷൻ റിഗാർഡിങ് സിമ്പിൾ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതിന്റെ പേരാണ് കേരളത്തിൽ എത്ര ആളുകൾക്ക് നോൺ CAD അല്ലാത്തവർ എത്ര ഉണ്ട്, CAD ഉള്ളവർ എത്രയുണ്ടെന്നത് ഇതിന്റെ പേര് വയലിൻ പ്ലോട്ട് എന്ന് പറയുന്നത്. ആ വയലിൻ പ്ലോട്ട് P വാല്യൂ സിഗ്നിഫിക്കന്റ് ആണ്. 0.02 ആണ്. 175 5p ആണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. ആൻഡ് സിമ്പിൾ interpretation ആണ്. People with cardiovascular disease tend to have a lower level of MI-RNA 145. സമം പോലെ ഇരിക്കുന്ന വാല്യൂ ഇവിടെ കാണാം റെഡില്, പിങ്കില്. ആ താഴെ ലോവർ ലെവലാണ്. ആൻഡ് കമ്പയർഡ് ടു ഹെൽത്തി പീപ്പിൾ. അതിന്റെ അർത്ഥം മൈക്രോ RNA 155 5p ലെവലിൽ ലോ ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ അത്രയുള്ള ആ ഏരിയയിൽ കുറവൊന്നും നമുക്ക് കണ്ടുപിടിച്ചൂടെ? തിരുവനന്തപുരത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ കമ്പയർ ചെയ്ത് നോക്കണം. നോൺ CVD ഉള്ളവരും CVD അല്ലാത്തതിന്റെയും ഈ മൈക്രോ RNA ലെവല് കണ്ടുപിടിച്ചിട്ട് ഈ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരൂല, മറ്റേ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്നുള്ളത്. ഇതാണ് ഞങ്ങളുടെ ഒരു ജീനോമിക് സ്റ്റഡി, സർക്കുലേറ്റിംഗ് മൈക്രോ RNA. ഇതിന്റെ സ്ട്രക്ചറാണ്. ഇതിന്റെ പേര്, ഇതൊരു മോളിക്യൂൾ ആണ്. ഇതിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് CYP2C9 എന്ന് പറയുന്ന സാധനമാണ്. അത് ക്ലോപ്പിഡോഗ്രലിൽ റിസപ്റ്ററിന്റെ സ്ട്രക്ചറാണ്. അത് അതിനകത്ത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് അല്ലെങ്കിൽ ഈ ഗുളിക കൊടുത്തിട്ട് കാര്യമില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രക്ചറൽ പരിപാടിയാണ്. ഇനി ഇതെല്ലാം ഓരോ റിസ്ക് ക്ലാസിഫൈ ചെയ്യാനുള്ള ടെക്നിക്കാണ്. സോ ഐ എം ഗോയിങ് ടു ടെൽ ദ ലാസ്റ്റ് പോയിന്റ്. എവരിതിങ് ഇൻ ലൈഫ് ഈസ് വൈബ്രേഷൻസ്. ജീവിതത്തിലുള്ളതെല്ലാം, ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം വൈബ്രേഷൻസ് ആണ്. ആൻഡ് വൈബ്രേഷൻസ് they are in a constant motion and ending on the end of this atom, and if the vibrations are less, then it appears as a solid.
Vibrations are liquid moving, it becomes a liquid, and if it otherwise gas. High vibrations വരുമ്പോഴത്തേക്കാണ് gaseous ആയിട്ട് പോകുന്നത്. സോ വൈബ്രേഷൻ ആണ് നമ്മുടെ ഈ ഓരോ സെല്ലിനകത്ത് നടക്കുന്ന ആ മൂവ്മെന്റ്. നമുക്ക് അറിഞ്ഞൂടാ. ഓരോ എന്റെ ഇൻസൈഡ് 37 ട്രില്യൺ സെൽസ് ആർ ദർ. ആ സെല്ലിലോട്ടുള്ള വൈബ്രേഷൻസും ദേ ആർ ആൾ ടോക്കിംഗ് ടു ഈച്ച് അതർ. അതാണ് എന്റെ അതിന് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വൈബ്രേഷൻസ് ടോക്ക് ചെയ്യും. ഇങ്ങനെ ആള് ഒരു വൈറസ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ബോഡി താങ്കളുടെ സെല്ലിനകത്ത് കയറിയിട്ടുണ്ട്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് CRP കയറ്റി പറഞ്ഞു വിടും. സി റിയാക്റ്റീവ് പ്രോട്ടീൻ ലിവറിൽ നിന്നാണ് അവനെ പൊക്കി വിടുന്നത്. ഇവൻ വന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് അവൻ ചെന്ന് ആ സെല്ലിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് ദീസ് വൈബ്രേഷൻ സെൽസ് ആർ ടോക്കിംഗ് ടു ഈച്ച് അതർ എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പണ്ട് നമ്മൾ പറഞ്ഞ ഭ്രാന്താണ് പറയുന്നത് പറയും. ഇറ്റ് ഇസ് റിയലി ദർ ഈസ് എ ടോക്കിംഗ് ബിറ്റ്വീൻ സെൽസ്. And thank you for your patience. This is enough because if you talk, it will go up to 1 hour. Okay. ഓക്കെ ഓക്കെ സാറേ, ഇനി ഒരു 4 മിനിറ്റേ നമ്മളെ സമയം ബാക്കിയുള്ളൂ. എന്തായാലും പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരുപാട് സമയമില്ല, കുറച്ച് സമയമേ ഉള്ളൂ. എന്തായാലും സാറ് വളരെ സെൽസിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്ന് നമുക്ക് സമ്മാനിച്ചത്. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളും കാർഡിയാക് ഡിസീസിൽ എന്താണ് ആഴത്തിലുള്ള സെല്ലിനെ കുറിച്ചുള്ള സ്റ്റഡി കൊണ്ടുള്ള നേട്ടവും ഒക്കെയാണ് സാറ് പറഞ്ഞു തന്നത്. മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. മനോജ് ഡോക്ടറിലേക്ക്. എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. കാരണം ആ ഒരു റേഞ്ച് നമ്മൾ ഈ മറ്റേ ഇവിടെ ബലിയിടാൻ പോകുമ്പോൾ അവർ പറയുന്നൊരു കൽപ്പം, മന്വന്തരം, വരാഹം ഇങ്ങനെ പറഞ്ഞ അവസാനം മാസം ദിവസം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ വലിയ റേഞ്ചിൽ നിന്ന് സാറ് സെല്ലിലേക്ക് എത്തിയെന്നുള്ളത് വളരെ സൂപ്പർ. അത് ഏതൊരു മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ പ്രോബയോട്ടിക്സ്, നമ്മൾ ഹോമിയോപ്പതി ഒരിക്കലും ആന്റിബയോട്ടിക്സ് ഒരിക്കലും ഉപയോഗിക്കാറില്ല. പക്ഷെ ഇതിപ്പോ വീണ്ടും പ്രോബയോട്ടിക്സിൽ എത്തി എന്നുള്ളതാണ്. അതെ, സാർ ഈ പറഞ്ഞ പോലെ ഈ താളത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ താരാഭാഗത്തിന്റെ താളം ഓരോ സെല്ലുകളിൽ ഉണ്ടെന്നുള്ളത് അത് വളരെ ഉജ്ജ്വലമായിട്ടുണ്ട്. ഈ വൈബ്രേഷൻ ഒത്തു തന്നെയാണ് ഹോമിയോപ്പതിയുടെ മെഡിസിൻസിന്റെ വൈബ്രേഷൻ. കാരണം വൈബ്രേഷനിലൂടെ മെഡിസിൻ ഉണ്ടാകുന്നത് തന്നെ. അതുപോലെ തന്നെയാണ് ആദിയിൽ വചനം ഉണ്ടേ വചന രൂപമായെന്ന് പറയും പോലെ അതും വൈബ്രേഷനാണ്. എന്തായാലും വളരെ ഉജ്ജ്വലമായിരുന്നു. പക്ഷെ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിൽ നിൽക്കൂല എന്നുള്ളതാണ് പ്രശ്നം. ഒരുപാട് കണ്ടന്റ് ഉണ്ട്, ഭയങ്കര. ഇത് ഒരു 10 ദിവസമായിട്ട് പറഞ്ഞതേ കൊള്ളാമായിരുന്നു. ഓക്കെ സാർ, വളരെ നന്നായിട്ടുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല കാര്യം. നമുക്ക് എല്ലാവർക്കും ഓരോ ടൈം. ഇത് പറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തോളാം. ദാറ്റ് ഈസ് യുവർ ഐഡിയ. നമ്മളൊരു നിങ്ങൾ ഹോമിയോപ്പതി മെഡിസിൻ ഏതെല്ലാം ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയി ഡെവലപ്പ് ചെയ്യാന്നുള്ളത് ഇറ്റ് ഈസ് യുവർ ഐഡിയ. നമ്മള് ഐ ഹാവ് ഗിവൺ എ ബ്രോഡ് ഔട്ട്ലൈൻ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ടിങ് ഫ്രം ഓസ്മോസ് ടു സെൽ. ഇൻ ബിറ്റ്വീൻ യു ക്യാൻ ഇന്റർഫിയർ. അതാണ് നിങ്ങളുടെ കഴിവ്. മനസ്സിലായില്ലേ? ഓക്കെ സാറേ. ഹരിഹരൻ ഡോക്ടറോട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാറിന് സംസാരിക്കാം. ഹരിഹരൻ സാറിന്. Doctor, your wonderful presentation is very wonderful and realistic also. See, ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. മൈക്രോകോസത്തിന്റെ പ്രവർത്തനവും മാക്രോകോസത്തിന്റെ പ്രവർത്തനവും one and same. Yes. Am I correct? Yes. You are correct. Thank you, sir. Okay. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം കഴിയാറായി. ഇനി ആർക്കും സംശയങ്ങളില്ല എന്ന് വിചാരിക്കുന്നു. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. എന്തായാലും ആഴത്തിലുള്ള സെൽസിന്റെ സ്റ്റഡി കൊണ്ട് ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരെ അല്ലെങ്കിൽ ക്യാൻസർ വരെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതാണ് സാറ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് മനസ്സിലായത്. അതിനുള്ള ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. അതാ കണ്ണൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം ഈ രീതിയിലുള്ള ഒരു ചികിത്സ നടത്തിയിട്ട് വളരെ കുറവുണ്ട്. മ്യൂട്ടേഷൻ, ജനറ്റിക് അത് 1 injection cost about 1 lakh rupees. ഒരു സംശയമുള്ള സാർ ഇങ്ങനെയുള്ള ചികിത്സകൾ തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഈ ക്യാൻസറും ഹാർട്ട് അറ്റാക്കും ഒരേ പത്തവും ബയോളജിയാണ്. അതുകൊണ്ട് ഞാൻ എന്റെ
സെല്ലിനകത്ത് ഞാൻ കളിക്കുന്നുണ്ട്. മറ്റേ ഏരിയയിൽ വെച്ചാൽ അത് കുറെ അത് എന്താണ് അതിനകത്തുള്ള മെക്കാനിസം ടോക്സിക് ഡ്രഗുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ആ കൊടുക്കുന്നത് അതെറോസ്ക്ലെറോട്ടിക്കിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നല്ല റിസൾട്ടും വരുന്നുണ്ട്. കാര്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്യാതെ തന്നെ ഇപ്പൊ തന്നെ ഞാൻ കുറെ സെല്ലിനകത്തെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അത് 3 രക്തക്കുഴലിൽ ബ്ലോക്കായി ബൈപ്പാസ് ചെയ്യണമെന്ന് പറഞ്ഞവരെല്ലാം ഇപ്പൊ സുഖമായിട്ട് ജീവിച്ചിട്ടുണ്ട്. 10 വർഷവും 12 വർഷവും ഒക്കെ. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതെറോസ്ക്ലെറോസിസ് എല്ലാവർക്കും ഒരുപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ചിലരെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബൈപ്പാസ് ഒന്നും ഇല്ലാതെ കൊണ്ട് അവർ സമ്മതിക്കത്തില്ല. ബൈപ്പാസ് നെഞ്ച് തുറന്ന് വെട്ടി വഴി മാറ്റി സാർ കൊടുത്തിട്ട് എവിടെയാണ് പുറത്തുണ്ട്. അപ്പൊ വർക്ക് അങ്ങനെ ചെയ്യുന്നത്? സാറ് വർക്ക് ട്രിവാൻഡ്രത്തെ ചെയ്യുന്നത്? ഹൃദയാലയ ഹാർട്ട് സെന്റർ, ഹൃദയാലയിൽ പേട്ടയിൽ. ഓക്കെ അതുകൊണ്ട് ഓക്കെ സർ. നമ്മള് എപ്പോഴും ഇതൊരു രണ്ടും ഒരേ ഒന്ന് അതിനകത്ത് ലിപ്പിഡിന്റെ പ്രോബ്ലമാണ്, മറ്റേത് സെല്ലുലാർ ഡിവിഷന്റെ പ്രോബ്ലം. അപ്പൊ ഡിവിഷനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ ഭയങ്കര പറഞ്ഞില്ലേ സെല്ലുലാർ ടോക്സിസിറ്റി ഉള്ളതിനെ അവരിപ്പം ഫോക്കസ് തെറാപ്പി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല റിസൾട്ട് വരുന്നുണ്ട്. അതൊക്കെ അത് പഴയ രീതിയിലുള്ള അല്ല. ഇപ്പൊ ഒരാളെ ഞാൻ വിട്ടു അവര് സുഖമായിട്ട് നോർമൽ പേഴ്സൺ ആയി കഴിഞ്ഞു. പണ്ടതല്ല, കംപ്ലീറ്റ് മുടിയെല്ലാം പോയി ശരീരം മുഴുക്കെ കറുത്ത് പേഷ്യന്റ് ഇപ്പൊ പേഷ്യന്റിനെ കണ്ടാൽ ഞാൻ അസുഖം വന്നെന്ന് തോന്നുന്നില്ല. സോ ദ തെറാപ്പീസ് ആർ റാപ്പിഡ്ലി ചേഞ്ചിങ് ഡേ ബൈ ഡേ. നിങ്ങളുടെ അതിൽ മറ്റേ കൊണിയം മാക്കുലേറ്റോ കൊടുത്ത് ചിലർ ബ്രസ്റ്റ് ക്യാൻസറിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ട്രീറ്റ് ചെയ്യുന്നവരെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കൊണിയം മാക്കുലേറ്റോ കൊടുക്കും. അപ്പം അതിന് നല്ല റിസൾട്ട് ഉണ്ട്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഈ സൈഡ് എഫക്റ്റ് ഒക്കെ ഉള്ളവർ ഹോമിയോപ്പതി തന്നെ പോവുകയും ചെയ്യും. ഈ കൊണിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എന്നാണ് എന്റെ കണക്കിട്ടുള്ളത്. അതിന് ഉപയോഗിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു 93% അതിന് എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട് കൊണിയം. ഓക്കെ, ഓക്കെ സാർ. ലാർജ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഐസൊലേറ്റഡ് സ്റ്റഡി വെച്ചാണ് നമ്മൾ പറയുന്നത്. ഓക്കെ 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 സാറേ. അതിമനോഹരമായ ഒരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഡോക്ടർ ധനേഷിനെ ക്ഷണിക്കും. ഓക്കെ ജയദീപ കഴിഞ്ഞ് ജയ്പാൽ സാറ് മനീഷ. സാറേ ഞാൻ വളരെ സാറിന്റെ പ്രോഗ്രാംസ് എല്ലാം തന്നെ തുടക്കം മുതൽ കാണുന്ന ആളാണ്. പക്ഷെ ഇന്ന് വളരെ നല്ലൊരു പ്രസന്റേഷൻ ആണ്. DNA-യും RNA-യും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതിഭാസങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ സാറ് വിശദീകരിച്ചു തന്നു. നല്ല അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള അറിവുകൾ പങ്കുവെക്കാനുള്ള മനസ്സും അത് കേൾക്കാനുള്ള ഞങ്ങളുടെ താല്പര്യവും ശരിക്ക് ഹോമിയോപ്പതി പോപ്പുലർ ആക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൊതുജനാരോഗ്യ രംഗത്ത് പുത്തൻ ആശയങ്ങളും പുത്തൻ ചിന്തകളും വളർത്തുന്നതിന് പ്രേരകമാവും. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള സെഷനുമായി സാർ ഈ വേദിയിൽ വരണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കഴിയുമെങ്കിൽ എല്ലാ മാസവും ഒരു സെഷനെങ്കിലും തരണമെന്ന് അഭ്യർത്ഥിക്കുക കൂടിയാണ്. എൻ്റെ പേരിലും IFBHയുടെ എല്ലാ മെമ്പർമാരുടെ പേരിലും സാറിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഓക്കെ, ധനേഷ് ഡോക്ടർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മലയാളം സെഷന് അതിമനോഹരമാക്കിയ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.